യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിലെ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് സുസസിന്റെ വീട്ടില് നമ്മൾ ധ്യാനിച്ച ആ പോർഷനിൽ നിന്ന് തന്നെ എന്റെ ഹൃദയത്തിൽ ആ കാര്യങ്ങളൊന്നും പറഞ്ഞു തീരുന്നില്ല എന്നുള്ളൊരു തോന്നല്. അതുപോലെ പിന്നീട് യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തില് അവിടെ അതിന്റെ 34-ാമത്തെ വാക്യത്തില് എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. കർത്താവിന്റെ വിലാപ്പുറത്ത്, കർത്താവിന്റെ സൈഡില് വിലാപ്പുറം, വിലാവ് പിയേഴ്സ്ഡ് സൈഡ്, അവിടെ രക്തവും വെള്ളവും ഒഴുകിയതായിട്ട് നമ്മൾ വായിക്കുന്നു. അത് ഈ കർത്താവ് പിയേഴ്സ്ഡ് ആകും എന്നുള്ളൊരു കാര്യം നമ്മളത് തുളയ്ക്കപ്പെടും, പിയേഴ്സ്ഡ് ആകും എന്നുള്ളൊരു കാര്യം നമ്മളത് സെഖര്യാവ് 12:10 നമ്മള് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളത് കണ്ടായിരുന്നു. സെഖര്യാവ് 12:10 കുത്തിയവങ്കിലേക്ക് അവർ നോക്കും എന്ന് പറയുന്നൊരു രംഗം. ഞാനത് മൊത്തം വാക്യെടുത്ത് വായിക്കുന്നില്ലെങ്കിലും 12:10 അതെ, തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും എന്നവിടെ പറയുന്നുണ്ട്. പിന്നെ യെശയ്യാവിന്റെ പുസ്തകം 53 ഇംഗ്ലീഷില് പിയേഴ്സ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. മലയാളത്തില് അന്ന് വായിച്ചപ്പോ അത് മലയാളത്തിൽ അത് പിയേഴ്സ്ഡ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ പിന്നെ ഹീബ്രു നോക്കി. 53:5 യെശയ്യാവ് 53:5 വാക്യത്തില് he was pierced through for our transgressions. മലയാളത്തില് എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും എന്നേ ഉള്ളൂ, മുറിവേറ്റും. അപ്പോ അതിന്റെ ഹീബ്രുവിലാണല്ലോ പഴയ നിയമം ഒറിജിനൽ എഴുതപ്പെട്ടുള്ളത്. ഹീബ്രു വാക്ക് നോക്കുമ്പോൾ ഹലാൽ എന്നുള്ളൊരു വാക്കാണ്. പിയേഴ്സ്ഡ്, വൂണ്ടഡ്, ഗോ ത്രൂ എന്നൊക്കെ, വൂണ്ടഡ് മുറിവേറ്റും എന്നുള്ളൊരു അർത്ഥമുണ്ട്. എന്നാൽ കുറച്ചുകൂടെ ഒരു ലിറ്ററലായിട്ടുള്ള മീനിങ് ഗോ ത്രൂ, തുളച്ചു കയറുന്ന ഒരു കാര്യം. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ടു, കുത്തപ്പെട്ടു. അപ്പൊ കർത്താവ് നമ്മളെ 1 കൊരിന്ത്യർ 10 അധ്യായത്തിലെ ആ വാക്യം, ഞാൻ പല വാക്യങ്ങൾ ഒരുമിച്ച് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അത് 1 കൊരിന്ത്യർ 10 അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തില്, ഇംഗ്ലീഷിൽ 4-ാമത്തെ വാക്യം, മലയാളത്തിൽ 5-ാമത്തെ വാക്യമാണ്. അവിടെ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അപ്പോ ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പൊ ക്രിസ്തു തുളയ്ക്കപ്പെട്ടു. ക്രിസ്തുവിനെ ഒരു ആത്മീക പാറ, സ്പിരിച്വൽ റോക്ക് ആയിട്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. 4-ാമത്തെ വാക്യം, ഓൾ ഡ്രാങ്ക് ദ സെയിം സ്പിരിച്വൽ ഡ്രിങ്ക്. എല്ലാവരും ആത്മീക പാനീയം, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. So they were drinking from a spiritual rock which followed them, and the rock was Christ. അപ്പൊ പഴയ നിയമത്തില് ഈ പാറയെ കുറിച്ച് നമ്മള് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലും സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിലും വായിക്കുന്നത്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തില് ഈ പാറ പിളർക്കപ്പെടുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. 17-ന്റെ അതിന്റെ 6-ാമത്തെ വാക്യം. അപ്പൊ അന്ന് ഇസ്രായേൽ മക്കൾക്ക് ദാഹിച്ചു. ഇസ്രായേൽ മക്കള് മരുഭൂമിയിലൂടെ കനാൻ ദേശത്തേക്ക് പ്രയാണം നടത്തുമ്പോൾ അവർക്ക് ദാഹിച്ചു. അപ്പോ അവിടെ പീപ്പിൾ thirsted there for water. 3-ാമത്തെ വാക്യം, ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചത് കൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു, ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. മോശ എന്താ പറയാനിരിക്കുന്നത്? ദൈവത്തോട് നിലവിളിക്കാനിരിക്കും. മോശ ദൈവത്തോട് നിലവിളിച്ചു. അത് ലക്ഷങ്ങൾ വരുന്ന ആൾക്കാർ പെട്ടെന്ന് എല്ലാം പരാതി വെറുതെക്കും. ഒരു 10-20 പേര് നമ്മുടെയൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ നമുക്ക് മോശയുടെ അവസ്ഥ എന്തായിരിക്കും? മോശ ദൈവമേ എന്തെങ്കിലും ചെയ്യണേ നിലവിളിച്ചു. 4-ാമത്തെ വാക്യം, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിയാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത ജനത്തിന് മുമ്പാകെ കടന്നു പോവുക. ചെങ്കടലടിച്ച വടിയെടുത്തോണ്ട്, അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. യുവർ സ്റ്റാഫ് വിച്ച് യു
അത് ചെങ്കടലിന്റെ നൈൽ നദിയെ അടിച്ച വടി, അതാണ് നമ്മള് ഒരുപാട് 4-ാം അധ്യായത്തിൽ നൈൽ നദിയെ അടിക്കുന്ന വടിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അത് തന്നെ ചെങ്കടലിൽ അടിച്ച് ടേക്ക് ഇൻ യുവർ ഹാൻഡ് യുവർ സ്റ്റാഫ് വിത്ത് വിച്ച് യു സ്ട്രക്ക് ദ നൈൽ ആൻഡ് ഗോ. ആ ചെങ്കടലിന്റെയും ആ ഒരു അധികാരത്തിന്റെ ചെങ്കോൽ എന്ന വണ്ണമുള്ള ഒരു വടി, ആത്മീയ അധികാരത്തോടുള്ള ആ വടിയെ എടുത്തുകൊണ്ട് പോവുക. ഞാൻ ഹൊറേബിൽ നിന്ന് മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജലത്തിന് കുടിക്കുവാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും. അപ്പൊ പാറയെ അടിക്കുമ്പോൾ വെള്ളം പുറപ്പെടണമെങ്കിൽ ഈ പാറ പിളർക്കപ്പെടണം. ഒരു വടിവെച്ച് അടിച്ച പാറ പിളർക്കും എന്ന് അത് ദൈവത്തിന്റെ അത്ഭുതം അവിടെ നടന്നത്. ആ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിക്കും വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണിക്കും മോശ അങ്ങനെ ചെയ്തു. അവർക്ക് അത്രയും പേർക്ക് 6 ലക്ഷത്തോളം പുരുഷന്മാരും അതിൽ കൂടുതൽ വരുന്ന ഒരു പക്ഷേയുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ പേർക്ക് കുടിക്കണമെങ്കിൽ കുറച്ച് ഇറ്റിറ്റ് വരുന്ന ഒരു ഇറ്റിറ്റ് വരുന്ന തുള്ളികൾ മതിയോ? വലിയൊരു നദിയായിട്ട് തന്നെ അത് ഒഴുകിയാലേ അത്രയും പേർക്ക് കുടിക്കാൻ പറ്റത്തുള്ളൂ. 6 ലക്ഷത്തോളം പേര്. നമ്മുടെ ഒരു കല്യാണത്തിന് ഒരു 10,000 പേര് വന്ന് അവർക്കെല്ലാം കൂടി കുടിക്കാൻ വെള്ളം കൊടുക്കണ്ടെന്ന് ബന്ധപ്പാട് നമുക്കറിയാം. അപ്പൊ 6 ലക്ഷത്തോളം, അതുപോലെ 10-20 ലക്ഷത്തോളം പേര് ഒക്കെ കുടിക്കുവാനുള്ള വെള്ളം എന്ന് പറയുമ്പം ആ പാറയിൽ നിന്ന് ഒഴുകിയത് അതൊരു വെറുതെ ഇറ്റിറ്റ് വീഴുന്ന ഒരു ചെറിയ തുള്ളികളെല്ലാം മറിച്ച് വലിയൊരു ജീവജല നദിയുടെ പ്രവാഹമായിരുന്നു എന്നുള്ളൊരു കാര്യം വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് അതുപോലെ ജീവജലത്തിന് നദികൾ ഒഴുകുന്ന കർത്താവ് യോഹന്നാൻ 7:38 വാക്യത്തില് നമ്മൾ വായിക്കുന്ന കർത്താവിൽ നിന്ന് ആ പാറ പിളർക്കപ്പെട്ടു, കർത്താവിൽ നിന്ന് ആ പാറ എന്ന് പറയുന്നത് യേശുവിന്റെ ജീവിതത്തിലുള്ള ആ പാറ എന്ന് പറയുന്നത് എന്താ? അത് കർത്താവ് കർത്താവിന്റെ സ്വന്തം ഹിതം ഉണ്ടായിരുന്നു. കർത്താവ് ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് വന്നപ്പോ യുഗങ്ങളുടെ പാറയായ റോക്ക് ഓഫ് ഏജസ്, കർത്താവ് ആ പാറ ക്രിസ്തുവായിരുന്നു എന്നാണ് നമ്മളിപ്പം 1 Corinthians 10:4-5 വാക്യങ്ങളിൽ ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറ പിളർക്കപ്പെട്ട പാറ ക്രിസ്തുവായിരുന്നു. ആ പാറ എന്ന് പറയുന്നത് കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ കർത്താവിനൊരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് സ്വർഗത്തിലെ ദൈവമായിട്ട്, പിതാവിന്റെ വചനമായിട്ട്, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളില് വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാണ് യേശുവായി മാറിയത്. യേശു ദൈവമായിരിക്കെ അവിടെ സ്വർഗത്തിലെ സർവോന്നതനായ ദൈവമായിരിക്കുമ്പോൾ പിതാവിന്റെ പുത്രന്റെ ഹിതം ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ യേശു ഒരു മനുഷ്യരൂപം എടുത്തപ്പോ കർത്താവിന് നമ്മളെപ്പോലെ തന്നെ ഒരു സ്വന്തം ഇഷ്ടം, നമ്മളെപ്പോലെ ഒരു പാമ്പജലത്തിന്റെ സാദൃശ്യത്തിൽ കർത്താവ് വന്നു. റോമർ 8:3 നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവിന് ഒരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. ആ സ്വന്തം ഇഷ്ടം എപ്പോഴും കർത്താവ് പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട്, പിതാവിന്റെ ഇഷ്ടത്തിൽ നിന്ന് വേർപെട്ട മനുഷ്യൻ എന്ന നിലയിൽ ഒരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. നമുക്കൊരു മാതൃകയാവാൻ വേണ്ടി കർത്താവ് അങ്ങനെയുള്ള ഒരു സ്വന്തം ഇഷ്ടമുള്ള ഒരു ജഡത്തിലാണ്, ആ സ്വന്തം ഇഷ്ടത്തെയാണ് വചനത്തിൽ ജഡം എന്നുള്ളൊരു വാക്കുകൊണ്ട്, സെൽഫ് വിൽ, ആ സ്വന്തം ഇഷ്ടത്തെയാണ് വചനത്തിൽ ജഡം എന്നൊരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ സ്വന്തം ഇഷ്ടത്തെ കർത്താവ് എപ്പോഴും പിതാവിന് മുമ്പാകെ അങ്ങ് സറണ്ടർ ചെയ്തു. അത് നമ്മൾ ആ വാക്യങ്ങളൊക്കെ എപ്പോഴും പറയുന്ന വാക്യങ്ങളാ. യോഹന്നാൻ 5:19-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, പിതാവ് ചെയ്ത് കാണിച്ചിരുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് അവിടെ പറയുന്നുണ്ട്. യോഹന്നാൻ 5:19-20 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ 30-ാമത്തെ വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാ വന്നേന്ന് വായിക്കുന്നുണ്ട്. യോഹന്നാൻ 5:19-20 ഞാനൊന്ന് പെട്ടെന്ന് സൂചിപ്പിച്ചു. പിന്നെ അതിന്റെ 30-ാമത്തെ വാക്യത്തിലും എന്താ കർത്താവ് പറയുന്നേ? എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രയും ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് 6-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യം നമ്മൾ സംഘടനയ്ക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു വാക്യം. അത് യോഹന്നാൻ 6:38 എന്താ നമ്മളോട് വായിക്കുന്നേ? ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രയും. അതായത് കർത്താവിന് ഒരു മനുഷ്യനായിട്ടൊരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് പിതാവിന്റെ ഇഷ്ടം അത്രയും ചെയ്യുവാൻ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്നത് വായിക്കുന്നുണ്ട്. ആ കർത്താവിന്റെ സ്വന്തം ഇഷ്ടം, നമ്മുടെ സ്വന്തം ഇഷ്ടം ഒരു പാറ പോലെ കട്ടിയുള്ള ഒരു കാര്യമാണ്. എന്നാൽ അത് തകർക്കപ്പെടുവാനായിട്ട് പിതാവിന്റെ വാക്ക്, ഞാൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല പിതാവിന്റെ വായിൽ നിന്ന് വരുന്ന, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ട് ജീവിക്കേണ്ടതെന്ന് മത്തായി 4:4 ലൂക്കോസ് 4:4 കർത്താവ് പിശാചിനോട് പറയുമ്പോൾ യേശുവിന് സ്വതവേ ഉള്ള ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഓരോ കാര്യത്തിലും കർത്താവ് സ്വന്തം ഇഷ്ടത്തെ അങ്ങ് പിതാവിന് സറണ്ടർ ചെയ്ത് കൊടുത്തതുകൊണ്ട്
ആ യേശുവിന്റെ ജീവിതത്തിലെ ആ സ്വന്തഹിതമാകുന്ന ആ പാറ അത് വർദ്ധമാനമായിട്ട് പിളർക്കപ്പെടുവാനായിട്ട് കർത്താവ് പിതാവിന് അനുമതി കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരിക്കൽ പോലും സ്വന്തം ഇഷ്ടം ചെയ്യാതെ, എന്ന് പറഞ്ഞാൽ ആ പാറ വീണ്ടും കഠിനപ്പെടാതെ, പാറ വീണ്ടും ഒന്നിക്കാതെ, ആ കർത്താവിന്റെ ഏർലിയസ്റ്റ് ഫേസ് മുതൽ, കർത്താവിന്റെ അറിയാറാവുന്ന ആ പ്രായം മുതലേ, ആ ഒരു കൊച്ചു കുഞ്ഞ് വളർന്നു വരുന്ന ആ പ്രായം മുതലേ കർത്താവ് മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് പരിശുദ്ധാത്മാവിനല്ല. അപ്പോ എപ്പോഴും കർത്താവ് സ്വന്തം ഇഷ്ടം നടക്കണം എന്നുള്ള രീതിയിൽ, കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ തന്നെ നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് അപ്പം അങ്ങനെ ചെയ്യണം, ഇങ്ങനെ വേണം, എനിക്ക് ഇതിൽ വേണ്ട ദോശ മതി, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വാശികൾ, കളിപ്പാട്ടത്തിനായിട്ട് അടിയിടുന്നു, അല്ലെങ്കിൽ വെറുതെ ഒന്നും ഇല്ലെങ്കിൽ വെറുതെ എടുക്കാൻ വേണ്ടി കിടന്ന് നിലവിളിക്കുന്നു. അപ്പൊ അതുപോലെ ഇന്ന് നമ്മുടെ സ്വർഗത്തിൽ ചെല്ലുമ്പം യേശുവിന് അമ്മയെ മറിയത്തോട് നമുക്ക് ചോദിക്കാം, യേശു കുഞ്ഞായിരുന്നപ്പോ എങ്ങനെയൊക്കെയാ പെരുമാറി എന്നുള്ള കാര്യം. അപ്പൊ അതുപോലെ പിതാവിനോടുള്ള ആ ഒരു കണക്ഷൻ ഭ്രൂണമായിരുന്നപ്പോൾ മുതല്, കൺസീവ്ഡ് ആയിരുന്നപ്പോൾ മുതല്, ഗർഭം ധരിച്ച സമയം മുതൽ പിതാവിന്റെ കെടാത്ത ബീജമാകുന്ന വചനം പരിശുദ്ധാത്മാവില് മറിയത്തിന്റെ ഗർഭാശയത്തില്, എന്നാൽ മറിയത്തിന്റെ ഒരു പാർട്ടും കൂടെ ഉണ്ടായിരുന്നു. മറിയത്തിന്റെ ആ ഒരു അണ്ടം അല്ലെങ്കിൽ എഗ്ഗും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവിന് ഒരു സ്വന്തം ജഡം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് കൺസീവ്ഡ് ആയിരുന്നു എന്ന സാങ്ക്ലർ പറയുന്ന പോലെ മറിയത്തിന്റെ അണ്ടത്തിലാണ് അത് കൺസീവ്ഡ് ആയത്. പിതാവിന്റെ വചനമാകുന്ന കെടാത്ത ബീജം മറിയത്തിന്റെ അണ്ടത്തിലാണ്, എഗ്ഗിലാണ് അത് കൺസീവ്ഡ്. അതുകൊണ്ടാണ് കർത്താവിന് നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെടാവുന്ന ഒരു ജഡം ഉള്ള, എന്നാൽ അതിൽ പാപമില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? കർത്താവ് പരിശുദ്ധാത്മാവിലാണ് കൺസീവ്ഡ് ആയത്. എന്നാൽ മറിയത്തിലാണ് ഒരു പൊക്കിൾക്കൊടിയോടുകൂടി, മറിയത്തിന്റെ ഗർഭാശയത്തോടുകൂടി കർത്താവ് ഒരു പൊക്കിളില്ലാതെ, അമ്മയെ കുഞ്ഞിനോട് കണക്ട് ചെയ്യുന്ന ഒരു പൊക്കിൾക്കൊടിയുണ്ട്. അത് കട്ട് ചെയ്യാതെ ജനിക്കുമ്പോൾ തന്നെ അത് തന്നെ ഒബ്സ്റ്ററ്റീഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ, നഴ്സ് അത് പൊക്കിൾക്കൊടി കട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ, അപ്പൊ കർത്താവിനും ഒരു പൊക്കിൾക്കൊടി ഉണ്ടായിരുന്നു. കർത്താവ് മറിയത്തോട് കണക്ട് ആയിട്ട് തന്നെ, എന്ന് പറഞ്ഞാൽ നമ്മെപ്പോലെ തന്നെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മെപ്പോലെ എല്ലാത്തിലും കർത്താവ് പരീക്ഷിക്കപ്പെട്ടു, ലോപിക്കപ്പെട്ടു. ഹി വാസ് ടെംപ്റ്റഡ് ഇൻ ഓൾ പോയിന്റ്സ് ആസ് വി ആർ എന്നൊക്കെ എബ്രായർ 4:15 നമ്മൾ വായിക്കുന്നുണ്ട്. ഈവൻ എബ്രായർ 2:17 എന്താ നമ്മൾ വായിക്കുന്നത്? മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകയാൽ നമ്മളെവിടെ യേശു പിളർക്കപ്പെട്ടു, നമ്മളും പിളർക്കപ്പെട്ട ആ പാറയിൽ മറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം. എബ്രായർ 2-ാം എബ്രായർ 4:15 ഞാനിപ്പോ ആദ്യം ഒന്നിട്ട് റെഫർ ചെയ്ത്, ഞാൻ എപ്പോഴും പറയുന്ന വാക്യങ്ങളായതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു അസംഷൻ അങ്ങ് വേഗം പറയാം. പക്ഷെ എങ്കിലും പുതുതായിട്ട് സൗകര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഇടയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈവൻ പല വർഷങ്ങളായിട്ട് അറിയാവുന്ന സഹോദരങ്ങൾ വിചാരിക്കുന്നവർക്ക് പോലും വേണ്ട അറിയാത്തത് കൊണ്ട് നമ്മള് എബ്രായർ 4:15 അവൻ നമുക്ക് തുല്യമായി പാപം ഒഴികെ എന്നുള്ളൊരു വാക്ക് മലയാളം ട്രാൻസ്ലേഷൻ ഉള്ളത്. എന്ന ഫോറസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്ക് അവിടെ ഉള്ളത്. വിതൗട്ട് എന്നാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ പാപം ഇല്ലാതെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ. നമ്മെ പോലെ തന്നെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെടുവാൻ നമുക്ക് എന്തെല്ലാം പ്രലോഭനങ്ങൾ ഏതെല്ലാം മേഖലകളിൽ വരുമോ അതുപോലുള്ള പ്രലോഭനങ്ങളെല്ലാം യേശുവിനും ഉണ്ടായിരുന്നു. എന്ന കർത്താവ് ഒരിക്കലും പാപം ചെയ്തില്ല. എബ്രായർ 2-ാം 17 വാക്യം, എബ്രായർ 2-ാം 17 വാക്യത്തില് അതുകൊണ്ട് 17 വാക്യത്തില് നമ്മളിങ്ങനെ വായിക്കുന്നത്, ഹി ഹാഡ് ടു ബി മെയ്ഡ് ലൈക്ക് ഹിസ് ബ്രദർ. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരുടെ സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. സകലത്തിലും ആദാമ്യ സന്തതികളോട് സദൃശനായി തീരുന്നതല്ല, മറിച്ച് തന്റെ സഹോദരന്മാർക്ക്, എന്ന് പറഞ്ഞാല് വിഭജിച്ച ദൈവമക്കൾക്ക് സദൃശനായി തീരുവാൻ വെച്ചാൽ നമ്മള് ബോണഗനാവുന്ന ആ ഒരു പൊസിഷനാണ് കർത്താവ് മറിയത്തിന്റെ ഉദരത്തിന്റെ ഗർഭം ധരിക്കുന്ന ആ ഒരു പൊസിഷൻ. അതുകൊണ്ട് കർത്താവ് വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് പരിശുദ്ധാത്മാവ് ജനിച്ചതുകൊണ്ട് നമ്മൾ വീണ്ടും ജനിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ജനിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മൾ ജനിക്കുമ്പോൾ യേശു മറിയത്തിന്റെ ഉദരത്തില് കൺസീവ്ഡ് ആയ അതിന് നമുക്ക് തുല്യമായിട്ട് കർത്താവും തന്റെ സഹോദരന്മാർക്ക്, ആദാമ്യ സന്തതികൾക്ക് അല്ലെങ്കിൽ അവിശ്വാസികളായിട്ട് എല്ലാത്തിനും തുല്യമായില്ല. എന്ന് വെച്ചാൽ അവിശ്വാസികൾ എന്തുണ്ട്? ഒരു പഴയ മനുഷ്യനുണ്ട്. എന്നാൽ ഒരുവൻ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുമ്പോൾ അവന്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് പൂജിക്കപ്പെട്ടു, പഴയ മനുഷ്യൻ മരിച്ചു. അപ്പൊ അതുകൊണ്ട് നമുക്കും കർത്താവിന് ഒരേ പൊസിഷനായി എവിടെ
കർത്താവ് നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായിട്ട് ആയി തീർന്നിരിക്കുന്നു നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. അതിന്റെ 14-ാമത്തെ വാക്യത്തില് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയാവേ. നമ്മൾക്ക് അവിടെ ജഡം എന്നുള്ള വാക്ക് മാംസം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, സ്വന്തം ഇഷ്ടം എന്നുള്ള അർത്ഥത്തിലല്ല. മക്കൾ, അത് നമുക്കൊരു ജഡമുണ്ട്, നമുക്ക് മാംസമുണ്ട്, രക്തമുണ്ട്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന് അധികാരിയായ പിശാചിനെ നിന്റെ മരണത്തിൽ നീക്കി ദൈവത്തിന്റെ മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചെന്ന് വായിക്കുന്നുണ്ട്. കർത്താവും ജഡരക്തങ്ങളോട് കൂടി വന്നു. അങ്ങനെ കർത്താവിന്റെ ജീവിതത്തില് എപ്പോഴും പിതാവിന്റെ മാർവോട് ചാരിയ കർത്താവ് ജീവിച്ചത്. അത് നമ്മള് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ നമ്മുടെ ജീവിതത്തിൽ ഈ യേശുവിന്റെ മാർവിൽ മറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വരണമെങ്കിൽ എന്താ, യേശു നടന്നതുപോലെ യേശുവിന്റെ ആ പാതയിലേക്ക് നമ്മളും, യേശുവിന്റെ ജീവിതത്തിന്റെ സീക്രട്ട് നമ്മളും വർത്തമാനമായിട്ട് നമ്മളും, വർത്തമാനം എന്ന് പറഞ്ഞാൽ കൂടുന്ന ഒരളവില് പ്രോഗ്രസീവ് ഇൻക്രീസിങ് മെഷറിൽ നമ്മളും പഠിക്കുന്നതിനനുസരിച്ച് നമ്മളും അത് മനസ്സിലാക്കുന്നതിനനുസരിച്ച് നമുക്കും പിതാവിനെ മറുപടി ചാരിയ ഒരു ജീവിതം, അല്ലെങ്കിൽ യേശുവിന്റെ മറഞ്ഞുള്ള ഒരു ജീവിതം, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം അത് യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലാണ് നമ്മളിങ്ങനെ വായിക്കുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മളോട് വായിക്കുന്നത്. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കോൾപാസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. മാർവിൽ ഇരിക്കുന്ന, ബുസം എന്നാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷില് ഹി ഹു ഇസ് ഇൻ ദ ബുസം ഓഫ് ദ ഫാദർ, പിതാവിന്റെ മാർവോട് ചാരിയിരിക്കുന്ന, മാർവിൽ ഇരിക്കുന്നതെന്നാണ് കറക്റ്റായിട്ട് അവിടെ പരിഭാഷ വരേണ്ടത്. സത്യപുസ്തകത്തിലെ ഒരു പരിഭാഷയുള്ള പശകാണത്. അപ്പൊ പിതാവിന്റെ മാർവോട് ചാരിയാണ് യേശു എപ്പോഴും ജീവിച്ചതിന്റെ കാരണം. കർത്താവ് സ്വർഗത്തിലായിരുന്നപ്പോൾ പിതാവിന്റെ മാർവോട് ചാരിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന ഹി ഹു ഇസ് ഇൻ ദ ബുസം ഓഫ് ദ ഫാദർ, പിതാവിന്റെ മടിയിൽ ഇരുന്നാന്നോ അല്ലെങ്കിൽ മാർവിൽ ഇരുന്നാന്നോ അല്ല, മാർവോട് ചാരി ഇരിക്കുന്ന, മാർവിലായിരിക്കുന്ന പ്രസന്റ് ടെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വെച്ചാൽ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോഴാണ് പിതാവിനെ എല്ലാവർക്കും വെളിപ്പെടുത്തി. ആ സമയത്ത് കർത്താവ് എങ്ങനെയായിരുന്നു? പിതാവിന്റെ മാർവോട് ചാരി തന്നെ ഇരിക്കുമായിരുന്നു. താനിവിടെ ഭൂമിയിൽ മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കുന്നു. കർത്താവ് നസ്രയത്തിലെ ഒരു നന്മയെങ്കിലും വരുമോ എന്ന് നഥാനിയല്ല ഇത് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ ചോദിക്കുന്ന അതേ നസ്രയത്തിൽ, അതുപോലെ ഒരു പ്രസിദ്ധമായ ഒരു പട്ടണമായിരുന്നു നസ്രയത്ത്. ഒരു നന്മയും വരാൻ തക്കവണ്ണം യോഗ്യതയില്ലാത്ത, അതുപോലെ അത്ര യഹൂദന്മാര് പുച്ഛത്തോടെ കണ്ട ഒരു നഗരമായിരുന്നു. അത് വില്ലേജ് അല്ലായിരുന്നു, നഗരമായിരുന്നു, ഒരു സിറ്റി ആയിരുന്നു, ടൗൺ ആയിരുന്നു എന്നാണ് നമ്മള് ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ വായിക്കുന്നത്. കുറച്ചുകൂടി ഡെവലപ്മെന്റ് ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഡെവലപ്മെന്റ് ഉള്ളിടത്താണല്ലോ കൂടുതൽ പാപം ഉള്ളത്. അങ്ങനെ ഒരു സിറ്റി എന്നാണോ ടൗൺ എന്നാണോ ഞാൻ നോക്കിക്കോട്ടെ. ലൂക്കോസിന്റെ 1-ാം അധ്യായത്തില് ഒരു അതിന്റെ നസ്രത്തില് സിറ്റി എന്ന ലൂക്കോസ് 1:26 ഗലീല പട്ടണത്തിൽ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ഒരു സിറ്റി ആയിരുന്നു. സിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സിറ്റി കോർപ്പറേഷൻ പറഞ്ഞ ആ ഒരു വില്ലേജ് അല്ലായിരുന്നു, സിറ്റി ഓർ ടൗൺ പോലെയുള്ള ഒരു കുറച്ചുകൂടി ഡെവലപ്മെന്റ് ഉള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള നസ്രത്തിൽ നിന്ന് നന്മ വരുമെന്നുള്ളത് നമുക്കറിയാം. ഈ യോഹന്നാൻ 1-ാം അധ്യായത്തില് അവിടെ നഥാനിയേൽ ചോദിക്കുന്ന ആ രംഗം 46-ാമത്തെ വാക്യത്തില്ല, ഒരു നന്മയെങ്കിലും വരുമോ നസ്രത്തിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു പട്ടണത്തിൽ നസ്രത്തുകാരൻ തന്നെ എന്ന് പറയുമ്പോൾ 46-ാമത്തെ യോഹന്നാൻ 1:46 നഥാനിയേൽ ഫിലിപ്പിനോട് ചോദിക്കുക, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞ് ഇതിന് ഫിലിപ്പ് അവനോട് വന്നു കാണുക എന്ന് പറയുന്നതല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു നഗരത്തില് അല്ലെങ്കിൽ ഒരു പട്ടണത്തില് ഒരു കുഞ്ഞായിട്ട്, ഒരു ചെറുപ്പക്കാരനായിട്ട്, യുവാവായിട്ട്, പ്രായപൂർത്തിയായ യുവാവായിട്ട് കർത്താവ് ഒരു തച്ചന്റെ വേല ചെയ്തുകൊണ്ട് കർത്താവിനെ കുറിച്ച് തച്ചനല്ലയോ, അവനും തച്ചനല്ലയോ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം മർക്കോസ് 6:3 അവൻ തച്ചന്റെ മകനല്ലയോ എന്ന് പറയുന്ന പോർഷൻ ഉണ്ടെന്ന മർക്കോസ് 6:3 അവൻ തച്ചനല്ലയോ എന്ന് തന്നെ പറയുന്നത്. ദിസ് ഇസ് നോട്ട് ദ കാർപ്പന്റർ. കർത്താവ് തച്ചന്റെ മകൻ യോസേഫ് തച്ചനായിരുന്നു. ആ തച്ചന്റെ മകനായിട്ട് മാത്രമല്ല, ഇവൻ ദിസ് ഇസ് നോട്ട് ദ കാർപ്പന്റർ. മർക്കോസ് 6:3 നമ്മളത് വായിക്കുന്നുണ്ട്. ഇവൻ മറിയുടെ മകനും യാക്കോബ്, യോസേ, യൂദാ, ശിമോൻ എന്നിവരുടെ സഹോദരമായ തച്ചനല്ലയോ, തച്ചന്റെ മകനല്ലയോ എന്നല്ല, തച്ചനല്ലയോ. കർത്താവ് ഒരു തച്ചന്റെ, ഒരു കാർപ്പന്ററിന്റെ ജോലി ചെയ്ത് നസ്രയത്തില്, അതുപോലെ ഒരു കുപ്രസിദ്ധമായിട്ടുള്ള ഒരു പട്ടണമായിട്ടുള്ള നസ്രയത്തില് നമ്മളൊക്കെ എല്ലാത്തിനും പരീക്ഷിക്കപ്പെടുമ്പോഴും കോപിക്കാനോ, മോഹിക്കാനോ, പെറുപെറുക്കാനോ, നിഗളിക്കാനോ, മനുഷ്യമാനം അന്വേഷിക്കാനോ എന്തെല്ലാം പരീക്ഷകള് നമ്മളുടെ ജഡത്തിലുണ്ടോ, അതുപോലെ എല്ലാത്തിലും നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം
യേശുവിനെ പിതാവ് അനുവദിച്ചു. പക്ഷെ അതിലൊന്നും കർത്താവ് പാപം ചെയ്തില്ല. അവിടെ എല്ലാം കർത്താവിന്റെ ഈ പാറയാകുന്ന ഒരു സ്വന്തം ഹിതം ഉള്ളപ്പോഴെല്ലാം ആ പാറ ഒരു എന്താ പറയുന്നത്, ഒരു ബ്രെഡ് ബ്രേക്ക് ചെയ്യുന്നത് പോലെ. ഇപ്പൊ ഒരു പാറ പൊട്ടിക്കണമെങ്കിൽ എത്ര പാടാ. ഇപ്പൊ നമ്മളൊരു അപ്പം ബ്രെഡ് ഒക്കെ എത്ര സിമ്പിൾ ആയിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്താൽ ആശാപാശമാക്കി തരും. കർത്താവിന്റെ അവസാന ദിനത്തിന്റെ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞ അവസാന ദിനത്തിന്റെ തലേന്ന് എന്ന യഹൂദന്മാർക്ക് തലേദിവസം, അവർക്ക് ഒരു ദിവസം തുടങ്ങുന്നത് തലേദിവസം 6 മണിക്ക് ആയതുകൊണ്ട് കർത്താവ് ക്രൂശിക്കപ്പെട്ട അതേ നാളിൽ നിന്ന് തന്നെ പറയാം. എന്നുവെച്ചാൽ പെസഹ കുഞ്ഞാടായിട്ട് കർത്താവ് പെസഹ അത്താഴം കഴിച്ച് അതിന്റെ പിറ്റേന്നാളില്ല കർത്താവ് ക്രൂശിക്കപ്പെടുന്നത്. ഇപ്പം യഹൂദന്മാരുടെ ഭാഷയിൽ അതേ നാളിൽ തന്നെ അതെന്റെ ജീവിതത്തിന്റെ അവസാന ദിനത്തില് കർത്താവ് ഇതാ എന്റെ ശരീരം നിങ്ങൾക്കായിട്ട് നുറുക്കപ്പെടുന്ന എന്റെ ശരീരം എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവിടെ പാറയുടെ കട്ടിയായിട്ടല്ല, മറിച്ച് ഒരു ബ്രെഡ് എത്ര സിമ്പിളായിട്ട് അത് നുറുക്കി കൊടുക്കുന്നു. അതുപോലെ പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് സ്വന്തം ഇഷ്ടത്തെ അതുപോലെ നുറുക്കി കൊടുത്ത അതുപോലെ ഒരു പ്ലയബിളായിട്ട് മാറി. പ്ലയബിളായിട്ട് കർത്താവ് അതുപോലെ ആ ഒരു പ്ലയബിളായിട്ട് മാറി. കർത്താവിന്റെ ആ ജഡമാകുന്ന പാറ സമ്പൂർണമായിട്ടും തകർക്കപ്പെട്ടു. അത് ക്രൂസില് എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മത്തായി 27:51 നമ്മൾ വായിക്കുന്ന എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കറിയാതെ ഞാൻ പറയാൻ പറ്റുന്നത്. ജഡമാകുന്ന തിരശ്ശീല മുകളിൽ താഴെ വരെ ചീന്തപ്പെട്ടു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് മത്തായി 27:51. ആ ജഡമാകുന്ന തിരശ്ശീല ഈ പാറയുടെ വേറൊരു പ്രതിരൂപമായിട്ട് നമുക്ക് പറയാം. പല പല ആംഗിൾസ് ചെയ്യുന്ന പല ഉദാഹരണങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ കത്താൻ വേണ്ടി ഇതുപോലെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ജഡമാകുന്ന തിരശ്ശീല എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു കർത്താവിന്റെ ഒരു പാറ, ഈവൻ കർത്താവിന്റെ മരണത്തിലും അവിടെയും പാറകൾ പിളർക്കപ്പെട്ടതായിട്ട് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. മത്തായി 27 അധ്യായത്തിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ മത്തായി 27 അധ്യായത്തിന്റെ അതിന്റെ 51 തന്നെ വായിച്ചാൽ മതി, അവിടെ തന്നെ ഉണ്ട്. 51 അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി, ഭൂമി കുലുങ്ങി. 52 വാക്യം മലയാളത്തില്, ഇംഗ്ലീഷില് 51 തന്നെ പറയുന്നത്. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. അപ്പൊ പാറകൾ പിളർന്നു. അപ്പൊ അവിടെ കർത്താവിന്റെ ജഡമാകുന്ന തിരശ്ശീല കർത്താവിന്റെ ജഡത്തെയാണ് തിരശ്ശീലയോട് ആ ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള തിരശ്ശീലയോട് ഉപമിച്ചിരിക്കുന്നതെന്ന് എബ്രായർ 10:19-20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും എടുത്ത് വായിക്കുന്ന വാക്യങ്ങളായിരുന്നു. ഞാൻ വീണ്ടും അതിന്റെ റെഫറൻസ് പറയണമെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ പാറ പിളർക്കപ്പെടാനായിട്ട്, ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെടാനായിട്ട് അവസാനത്തിലുള്ള രക്തത്തിലാണ് എന്നുള്ളത്, പ്രാണനുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അവസാനത്തുള്ള രക്തവും നമുക്കായിട്ട് ചീന്തപ്പെടുന്നതും എപ്പോഴാണ്? ഈ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെടുമ്പോഴാണ്. രക്തത്തിലാ ജീവനുള്ളത്. നമ്മൾ ലേവ്യർ 17:11 വാക്യത്തില് രക്തത്തിലാണ് ജീവനുള്ളത് എന്നുള്ളതിനെക്കാട്ടിൽ കുറച്ചുകൂടെ കറക്റ്റായിട്ട് പരിഭാഷ പ്രാണനുള്ളത്. നമ്മുടെ സ്വയജീവനെ കുറിക്കുന്ന ഒരു വാക്കാ പ്രാണൻ, അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത്, സോൾ ലൈഫ് എന്ന് പറയുന്നത്. അവിടെ നഫഷ് എന്ന് പറയുന്ന ഒരു എബ്രായ വാക്കാണ്. അവിടെ ലേവ്യ പുസ്തകം 17 അധ്യായത്തിന്റെ 11 വാക്യത്തില് നെഫഷ് എന്ന് പറഞ്ഞ വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലയോ ഇരിക്കുന്നത്. ഇവൻ 39:4 നോക്കിയാലും അതേ കാര്യം തന്നെ നോഹയോട് ദൈവം പറയുന്നുണ്ട്, രക്തം കുടിക്കരുത്, അതിലാണ് പ്രാണനുള്ളത് അല്ലെങ്കിൽ ജീവനുള്ളതെന്ന് ഉള്ള അത് പരിഭാഷ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രാണനുള്ളത്. അപ്പൊ ആ കർത്താവ് രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ആ രക്തത്തിലാണ്, രക്തം ഒരു നമ്മുടെ സ്വയജീവന്റെ ഒരു പ്രതീകമാണ്. കർത്താവിന്റെ പുനരുത്ഥാന ശരീരത്തില് രക്തത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. നമ്മൾ സാക്ബറിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ലൂക്കോസ് 24 അധ്യായത്തിലേക്ക് വരുമ്പോൾ പുനരുത്ഥാനം ചെയ്ത ശരീരത്തില് രക്തമില്ലായിരുന്നു, പിന്നെ എന്തൊക്കെ ഉള്ളായിരുന്നു? മാംസവും എല്ലുകളും മാത്രമേ ഉള്ളായിരുന്നു. അതാ നമ്മള് ലൂക്കോസ് 24 അധ്യായത്തില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ശിഷ്യന്മാര് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ പേടിച്ചു പോകണ്ട, എന്നെ തൊട്ട് നോക്കിയ 39 വാക്യം, 38 കൂടെ വായിക്കാം. യേശു അവരോട് പുനരുത്ഥാനം ചെയ്തതിനു ശേഷം സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് കർത്താവ് ശിഷ്യന്മാർക്ക് പലതവണ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുമോ, നിങ്ങൾ കലങ്ങുന്നത് എന്ത്?
നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പോകുന്നത് എന്ത്? ഞാൻ തന്നെ ആകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിയുവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ മാംസവും അസ്ഥിയും ഉണ്ട് എന്ന രക്തമില്ലായിരുന്നു. ആ രക്തം അവസാന തുള്ളിയും ഇവിടെ കാൽവരി മലമേലെ കർത്താവ് ചൊരിഞ്ഞു. നമ്മളത് കണ്ടായിരുന്നു. ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തില് ഒരു പാപയാഗത്തിന്റെ രക്തം മുഴുവനും ഊറ്റി ഒഴുക്കി കളയണം എന്നുള്ളൊരു കാര്യം ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൽ ഞാൻ വാക്യങ്ങള് ഞാൻ നിങ്ങളോട് പെട്ടെന്ന് എടുത്ത അതിന്റെ റെഫറൻസ് അങ്ങ് പറയുമല്ലോ. ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: കാളയുടെ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ, ആ യാഗപീഠമാകുന്ന കാൽവരി കുരിശില്, ആ കുരിശിന്റെ ചുവട്ടില്, അത് പിലാത്തോസിന്റെ പടയാളികളുടെ അവിടുന്ന് രക്തം ചുരിയാൻ തുടങ്ങി. അതിനു മുമ്പ് ഗത്സമന തോട്ടത്തിൽ വേർപ്പ് രക്തമായി അവിടെ ലൂക്കോസ് 22:44 ഹെമറ്റോഹൈഡ്രോസിസ് എന്ന് പറഞ്ഞൊരു മെഡിക്കൽ കണ്ടീഷനായിട്ട് നമുക്ക് പറയാം. വെച്ചാല് വളരെ എക്സ്ട്രീം സ്ട്രെസ്സിന്റെ വേർപ്പ് രക്തമായി തീരും, കാറ്റഗറീസ് ഒക്കെ ഒന്ന് പൊട്ടി വേർപ്പ് രക്തമായി തീരും. അങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷൻ മെഡിക്കൽ ഡോക്ടർമാര് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. വളരെ റെയർ ആയിട്ടുള്ള എക്സ്ട്രീം സ്ട്രെസ്സിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഹെമറ്റോഹൈഡ്രോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ലൂക്കോസ് 22:44 കർത്താവ് ഗത്സമന തോട്ടത്തിലെ വേർപ്പ് രക്തമാകാൻ തുടങ്ങി, രക്തം ചൊരിഞ്ഞ് വേർപ്പ് രക്തമായി. പിന്നെ പിലാത്തോസിന്റെ പടയാളികളെല്ലാം കൂടെ വാറുകൊണ്ട് അടിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവിടുന്ന് രക്തച്ചൊരിച്ചിൽ തുടങ്ങി അവസാനം ആ കാൽവരി കുരിശില് കർത്താവ് ജീവനും വെടിഞ്ഞ് അവസാനം രക്തം മുഴുവനും ഒഴുക്കപ്പെടുന്നു. അതുകൊണ്ട് മുൾക്കിരീടം, അപ്പൊ കർത്താവിന് മുൾക്കിരീടം ഇല്ലാതെന്നുണ്ടെങ്കിൽ തലയിലെ രക്തമൊക്കെ ഒഴുകുന്നത് എങ്ങനെയാ? അപ്പൊ അതുകൊണ്ട് ദൈവം ഒരു മുൾക്കിരീടം ധരിക്കാനായിട്ട് റോമൻ പടയാളികളെ പരിഹസിക്കാൻ വേണ്ടി ഒരു മുൾക്കിരീടവും പിന്നെ ചുവന്ന അങ്കി, രാജാക്കന്മാരുടെ വസ്ത്രം എന്ന വണ്ണമുള്ള ഒരു ചുവന്ന അങ്കിയൊക്കെ അവനെ ധരിപ്പിച്ചതായിട്ടൊക്കെ നമ്മൾ മത്തായി 27 വായിക്കുമ്പോൾ മുൾക്കിരീടം ധരിച്ചാലേ തലയിൽ നിന്നുള്ള രക്തക്കുഴലെല്ലാം കൂടെ പൊട്ടിയൊലിക്കത്തുള്ളൂ. പിന്നെ ആ ഒരു ചെങ്കോല് മാതിരി കോല് കൊടുത്തിട്ട് തലയിൽ അടിച്ചതായിട്ട് വായിക്കുന്നുണ്ട് മത്തായി 27. അപ്പൊ തലയില് രക്തക്കുഴലിൽ നിന്നുള്ള രക്തമെല്ലാം ഒഴുകുന്നു. പിന്നെന്താ, പുറത്തെല്ലാം കൂടെ അവിടെ ഇട്ട് ഉഴവചാല് പോലെ നീളത്തിന് കീറിയതായിട്ട് സങ്കീർത്തനം 129-ന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മള് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടായിരുന്നു വാക്യം. നീളത്തിലെ ഉഴവചാല് പോലെ കീറിയതുപോലെ ആയിരുന്നു കർത്താവിന്റെ പുറത്ത് ചാട്ടുവാറോട്ട് അടിച്ച് അത് പിലാത്തോസ് പടയാളികളെ അടിക്കാനായിട്ട് ഏൽപ്പിച്ചതായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അങ്ങനെ ആ രക്തം നമ്മള് ലേവ്യർ 4:7 നമ്മളത് വായിക്കുന്നത്. രക്തം മുഴുവനും ആ പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധവർഗത്തിൽ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ബാക്കിയുള്ള രക്തമെല്ലാം ആ യാഗപീഠത്തിന് ഇങ്ങനെ ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് അത് പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി വേണം ഈ കാളയെ കത്തിച്ച് കളയാൻ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. 12-ാമത്തെ വാക്യത്തിൽ പാളയത്തിന് പുറത്തായിരിക്കണം. അതുകൊണ്ട് യെരൂശലേമിന് വെളിയില് കാൽവരി മലയില് കർത്താവ് പാളയത്തിന് പുറത്ത് കർത്താവ് നമുക്ക് വേണ്ടി നിന്ന് ചുമന്നു എന്നൊക്കെ എബ്രായർ 13:13 നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ പാളയത്തിന് പുറത്ത് വെണ്ണീർ ഇടുന്ന വെളുപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകന്മേൽ വെച്ച് തീയിട്ട് ചുട്ടുകളയണം ഈ പാപയാഗമാകുന്ന മൃഗത്തെ. അത് കഴിഞ്ഞിട്ട് അതിന്റെ 21-ാമത്തെ വാക്യത്തിലും പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി വേണം എന്നുള്ള കാര്യം വായിക്കുന്നുണ്ട്. 18-ാമത്തെ വാക്യത്തിലും ശേഷം രക്തം മുഴുവനും ഒഴിച്ചു കളയണം, യാഗപീഠത്തിന്റെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള സോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം എന്നുള്ള കാര്യം വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതെ. പിന്നെ 25-ാമത്തെ വാക്യത്തിൽ, അതായത് 7-ാമത്തെ വാക്യത്തിലും പിന്നെന്താ 18-ാമത്തെ വാക്യത്തിലും 25-ാമത്തെ വാക്യത്തിലും എല്ലാം രക്തം വിരൽ കൊണ്ട് കുറെ എടുത്ത് ഹോമയാഗത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അങ്ങനെ പുറത്തുനിന്നുള്ളതും കൈകളിൽ നിന്നുള്ളതും കാലിൽ നിന്നുള്ള ആണിപ്പാടുള്ള അപ്പൊ കാലിന്റെ ടോസ് വരെയുള്ള അതെല്ലാം ആ രക്തമെല്ലാം കൂടെ ഊറ്റപ്പെട്ടു. അവസാനം രക്തം പമ്പ് ചെയ്യുന്ന ഹാർട്ടില് കുറച്ച് രക്തമുണ്ട്. അപ്പൊ അവസാനത്തുള്ള രക്തവും എനിക്കായിട്ട് കർത്താവ് ചിന്തണം. അപ്പൊ അതുകൊണ്ട് വിലാപ്പുറം തുറന്നു കൊടുത്തു കർത്താവ്. അപ്പോഴത്തേക്കും കർത്താവ് മരിച്ച് ഓഫ്കോഴ്സ് കർത്താവിന്റെ ആത്മാവും ദേഹിയും അവിടെ ഭൂമിയുടെ അന്തരംഗത്തിലെ പാതാളത്തിലേക്ക് അപ്പോൾ ചെന്നിരുന്നു. ആ സമയം കൊണ്ട് എന്നാൽ തന്റെ ശരീരത്തെ അതുപോലെ തുളയ്ക്കപ്പെടാനായിട്ട് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ആ ലെഫ്റ്റ് സൈഡിൽ തുളച്ചുണ്ട്, ഹാർട്ടിൽ നിന്നുള്ള രക്തവും ജലവും പെരിക്കാർഡിയൽ എഫ്യൂഷൻ മാതിരിയൊക്കെ ഉണ്ടായി കാണണം. അപ്പൊ അതുകൊണ്ട്
ഈ ഹാർട്ടിന്റെ കവർ ചെയ്യുന്ന ചേമ്പർ പെരിക്കാർഡിയം എന്ന് പറയുന്നത്. പെരിക്കാർഡിയത്തിൽ ഈ എഫ്യൂഷനൊക്കെ വരുമ്പോൾ അത് വെള്ളം പോലെ ഇരിക്കും. അപ്പൊ അത് ഇങ്ങനെ കുത്തുമ്പോൾ രക്തവും പിന്നെ വെള്ളവും അത് കൂടി കലരത്തില്ല. ഈ വെള്ളവും എണ്ണയും കൂടി കൂടി കലരുന്നില്ലെന്ന് പറയുന്നത് പോലെ അത് അങ്ങ് പ്രവഹിച്ചതായിട്ട് നമ്മളവിടെ യോഹന്നാൻ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ. അപ്പോൾ ആ അവസാനത്തിലെ രക്തവും എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ആ സ്വന്തം ഇഷ്ടം അതിന്റെ പാരമ്യം വരെ കർത്താവ് ഊറ്റിക്കളഞ്ഞു. അപ്പൊ ആ പാറ പിളർക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ പാറ പിളർക്കപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴാ ഈ പാറപ്പിളർപ്പിൽ മറയാൻ സാധിക്കുന്നേ? നമ്മളത് കൊളോസ്യ ലേഖനത്തിൽ ഇങ്ങനെ നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. കൊളോസ്യർ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. എന്താ അവിടെ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളുടെ ജീവൻ ക്രിസ്തുവിലെ മറയേണ്ടതിനായിട്ട് എന്താ അവിടെ വായിക്കുന്നത്? നിങ്ങൾ മരിച്ച്, കൊളോസ്യർ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലാണ്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആ പിളർക്കപ്പെട്ട പാറയുടെ പിളർപ്പില് നമ്മൾ മറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മരിക്കണം. എന്ന് പറഞ്ഞാൽ ആശ്ചര്യമായിട്ട് മരിക്കുന്ന കാര്യമല്ല, മറിച്ച് നമ്മളുടെ സ്വന്തം ഇഷ്ടം, നമ്മളെപ്പോഴും പറയുന്നത് പോലെ ക്രൂസ് എടുത്ത് കർത്താവ് അനുഗമിക്കാൻ പറയുമ്പോൾ, ക്രൂസ് എടുത്ത് അനുഗമിക്കുക എന്ന് പറഞ്ഞാല് മരിക്കുക എന്നാണ്. ആ ക്രൂസ് എടുക്കുന്നയാൾ ആ ക്രൂസിൽ മരിക്കാൻ പോവുക എന്നുവെച്ചാൽ അന്ന് കർത്താവ് അത് അവിടുത്തെ യഹൂദന്മാരായ ശിഷ്യന്മാരോട് ക്രൂസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അന്നത്തെ ഗവൺമെന്റ്, അന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്ന റോമൻ ഗവൺമെന്റിന്റെ ഏറ്റവും നീചമായിട്ടുള്ള, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ക്രൂശ് മരണം. അപ്പൊ ആ ക്രൂശ് എടുത്തതിനെ അനുഗമിക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ എനിക്ക് വേണ്ടി നിന്നെയൊക്കെ സഹിക്കേണ്ട ഒരവസ്ഥയിലും നിങ്ങൾ മരിച്ചാല് എന്നെ അനുഗമിക്കാൻ ഒത്തുകൂടും. മരിച്ചാലെന്ന് പറഞ്ഞാല് നമ്മളുടെ ആത്മാവും ദേഹവും ഒക്കെ ഉണ്ട്. നമ്മള് 1 തെസ്സലോനിക്കർ 5:23 അത് വായിക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവ് ദേഹവും ഒന്നും മരിക്കണ്ട. എന്നാൽ ആത്മാവിനെയും ദേഹിയെയും വേർതിരിക്കുന്ന ഒരു സ്വന്തം ജഡമാകുന്ന തിരശ്ശീല, അതായത് അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന ഒരു കട്ടിയുള്ള തിരശ്ശീലയുണ്ടെന്ന് നമ്മള് പുറപ്പാട് 26-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ നമ്മളുടെ ആത്മാവിനെയും ദേഹിയെയും നമ്മള് ആത്മാവിന്റെ തലത്തില് യേശുവില് മറയണമെങ്കിൽ ആ സ്വന്തം ജഡമാകുന്ന തിരശ്ശീല, ആ പാറയാകുന്ന ആ സ്വന്തം ജഡം അത് പിളർക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അവസാനങ്ങളുടെ രക്തവും ഒഴുകണമെങ്കിൽ ആ പാറ സമ്പൂർണ്ണമായിട്ട് പിളർക്കപ്പെടണം. കർത്താവ് ആ പിളർക്കപ്പെട്ടതിൽ നിന്നാണ് നമ്മള് മോശ അടിച്ചപ്പോ അവിടെ നിന്ന് ജീവജലത്തിന്റെ നദികൾ, ജലത്തിന്റെ ഒരു നദിയായിട്ട് ഒഴുകി അത് അനേകരുടെ ദാഹം തീർന്നതുപോലെ നമ്മളുടെ ജീവിതവും ഏതൊരളവിൽ ഇന്ന് ബാക്കിയുള്ളവർക്ക് അനുഗ്രഹമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെ ഏതൊരളവിൽ നുറുക്കപ്പെട്ടിരിക്കുന്നു, ഏതൊരളവിൽ നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, ആ ഒരു അളവിലാ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കുന്നത്. നമ്മളായിട്ട് തന്നെ എങ്ങനെ ഒരിക്കലും നുറുക്കപ്പെടാതെ ഒരു സ്വയബലത്തിലുള്ള ഒരു തകർച്ചയില്ലാതെ നമ്മളൊരു ഞാൻ ആരാന്നറിയാവൂ എന്നുള്ള ആ ഒരു അഹംഭാവത്തില് സ്വയത്തിന്റെ വലിയൊരു ബലത്തിൽ നമ്മൾ ഇരിക്കുവാണെങ്കിൽ നമ്മൾ അങ്ങനെ മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹം ആവാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മളിൽ നിന്ന് ദൈവത്തിന്റെ ആ ജീവന്റെ ജലനദികൾ ഒഴുകത്തില്ല. മറിച്ച് കർത്താവിൽ നമ്മൾ മറയണമെങ്കിൽ നമ്മൾ മരിക്കണം. നമ്മൾ മരിക്കണം എന്ന് പറഞ്ഞാല് കർത്താവ് എന്റെ ജീവിതത്തില് ഓരോ പ്രലോഭനങ്ങളും കോപിക്കാന്, മറ്റുള്ളവരോട് തർക്കിക്കാനും വാദിക്കാനും, നമ്മുടെ സ്വയത്തിലുള്ള ഒരു ശരിയാണ്, നമുക്ക് ചില കാര്യങ്ങൾ ഫേമായിട്ട് കർക്കശത്തോട് പറയേണ്ട അവസരങ്ങൾ നമ്മുടെ ആത്മാവിന്റെ ഒരു കർക്കശത്തോട് ചില കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മളുടെ ആ ഒരു ഒരു ഹൃദയത്തിന് സമാധാനം എല്ലാം കളഞ്ഞുകൊണ്ട് നമ്മളങ്ങ് ആകുലപ്പെടാനും വ്യാകുലപ്പെടാനും ദേഷിക്കാനും തർക്കിക്കാനും വാദിക്കാനും വഴക്കിടാനും പ്രശ്നം ഉണ്ടാക്കാനും പരദൂഷണം പറയാനും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രലോഭനങ്ങളുടെ സാഹചര്യത്തില് നമുക്ക് ഈ ക്രിസ്തുവില് മറയാനാണോ നമുക്ക് താല്പര്യം, അതോ നമുക്ക് തന്നെ അങ്ങ് വെളിപ്പെടാനാണോ താല്പര്യം? നമ്മളുടെ ഞാൻ ആരാ മോൻ, എനിക്ക് എത്ര കഴിവുണ്ടെന്ന്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എനിക്ക് 2 വാക്ക് വർത്താനം പറഞ്ഞ് ഇവരെ നിർത്താൻ പറ്റും, ഇവരെ എന്ത് വാക്ക് പറഞ്ഞ് ഇവരെ ഇപ്പൊ ഒന്ന് ഡൗൺ ആക്കണമെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെ നമ്മുടെ നാവ് കൊണ്ടും പിന്നെ നമ്മളുടെ കണ്ണുകൊണ്ടുള്ള കൺമോഹം, അതല്ലെങ്കിൽ പെറുപെറുക്കുന്ന കാര്യം, അല്ലെങ്കിൽ ചിലരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യത്തിലൊക്കെ
നമ്മളുടേതായ ഒരു ജഡമാണോ, നമ്മൾ തന്നെ അവിടെ അങ്ങ് വെളിപ്പെടുവാണോ, അതോ നമ്മളങ്ങ് ക്രൂസില് ആ കർത്താവിന്റെ ആ തുറന്ന ചങ്കിലങ്ങ് മറയാനായിട്ടാണ് നമുക്ക് താല്പര്യം? ക്രൂസിൽ മറയാനായിട്ട് അവിടെ കർത്താവേ, ഇവിടെ ഞാനല്ല വെളിപ്പെടേണ്ടത്. ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം, ഇപ്പൊ ഒരു തീരുമാനം എടുക്കാൻ പ്രയാസമുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു. അവിടെ കർത്താവെ, എന്റെ ഇഷ്ടപ്രകാരം ഇതൊന്നും നടക്കരുത് കർത്താവെ. ഇവിടെ കർത്താവെ സമ്പൂർണ്ണമായിട്ട് അവിടുത്തെ ഇഷ്ടം നിറവേറണം. അതിനായിട്ട് കർത്താവെ ഞാൻ എന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട്, അങ്ങയുടെ ഇഷ്ടത്തിനായിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു. അത് യേശുവിന്റെ ആ പാറ, യേശുവിന്റെ ആ സ്വന്തം ജഡമാകുന്ന പാറ എങ്ങനെ പിളർക്കപ്പെട്ടു നമ്മളത് യോഹന്നാൻ 6:30 കണ്ടു. ഞാൻ എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ. അപ്പൊ നമ്മള് ആ ആത്മാവിന്റെ തലത്തിലേക്ക്, അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലുള്ള ആ ഒരു ആനന്ദ പരിപൂർണത, യഥാർത്ഥത്തിലുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവ്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറഞ്ഞ ആൾക്കാർ ഒത്തിരി ചാടവും തുള്ളവും ഓടും, എന്തെങ്കിലുമൊക്കെ ഭാഷകളെന്ന് യഥാർത്ഥത്തിൽ അന്യഭാഷ വരെ ഒക്കെ ഉണ്ട്. എന്നാൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു ഭാവത്തില് എന്തെങ്കിലുമൊക്കെ കുറെ ഒരു അഭിപ്രായങ്ങളുമാരും കാട്ടി ഒത്തിരി ബഹളം ഉണ്ടാക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കി, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഇതൊക്കെ ആയിട്ട്, അങ്ങനെ ഒരു തുള്ളിലും ചാട്ടമൊക്കെ ആയിട്ട്, അതൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രകടനമാണെന്നുള്ള രീതിയിലൊക്കെയുള്ള വ്യാജമായിട്ടുള്ള ഒത്തിരി പഠിപ്പിലുകളൊക്കെ ഇന്ന് ക്രിസ്ത്യ ലോകത്ത് നിറയുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഒരു ആത്മനിറവെന്ന് പറഞ്ഞാൽ എവിടാ? ദൈവത്തിന്റെ സന്നിധിയില് ആനന്ദത്തിന്റെ പരിപൂർണത ഉണ്ടെന്നാണ് നമ്മള് സങ്കീർത്തനം 16:11 നമ്മൾ വായിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ആത്മനിറവില് ആ കർത്താവിന്റെ സന്നിധിയില് ആനന്ദത്തിന്റെ പരിപൂർണത നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു തരത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ യഥാർത്ഥത്തില് കർത്താവ് തന്റെ ജഡമാകുന്ന പാറയെ, തന്റെ സ്വന്തം ഇഷ്ടമാകുന്ന പാറയെ പിളർക്കപ്പെടാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഞാനും മരിക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് മരിക്കുകയാണെങ്കിൽ, നമ്മളിപ്പം ഇവിടെ കൊളോസ്യർ 3:3 നമ്മൾ വായിച്ചതുപോലെ, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. യു ഹാവ് ഡൈഡ് ആൻഡ് യുവർ ലൈഫ് ഇസ് ഹിഡൻ വിത്ത് ക്രൈസ്റ്റ് ഇൻ ഗോഡ്. അവിടെ നാം സ്വയത്തിന് മരിച്ചാലാ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ നിങ്ങളുടെ അവയവങ്ങളെയൊക്കെ മരിപ്പിക്കുവിൻ എന്നാണ് പിന്നെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. നമ്മള് കർത്താവിൽ അങ്ങ് മരിച്ചതായിട്ട് എണ്ണുമ്പോൾ പിന്നെ നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ഓരോ ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ അതിന്റെ തൊട്ട് താഴെ 5-ാമത്തെ വാക്യത്തിൽ ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഒരു വിഗ്രഹാരാധനയോട് പറഞ്ഞിരിക്കുക. ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ഇതുപോലുള്ള ആ ഒരു പാപത്തിലേക്ക് പോകാനുള്ള ഓരോ കാര്യങ്ങളാണ്. നമുക്ക് നാക്കുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പരദൂഷണം പറയണം, അല്ലെങ്കിൽ ദേഷിക്കണം, അല്ലെങ്കിൽ പരാതി പറയണം, അല്ലെങ്കിൽ യഥാർത്ഥ പ്രയോഗമുള്ള അശ്ലീല തമാശകൾ പറയണം, അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കേൾക്കണം, കാണണം, മൊബൈലില് ഇന്റർനെറ്റില് ഒക്കെ വെറുതെ സമയം കളയാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും കാണാനും കേൾക്കാനും ഒക്കെയുള്ള നമ്മുടേതായ ചില സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം യഥാർത്ഥത്തില് ക്രിസ്തുവിന് മറഞ്ഞിരിക്കുന്ന ഒരു ജീവനിലേക്ക് നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ, പിതാവിന് മാർവോട് ചാരിയിരിക്കുന്ന പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്ന നമ്മൾ വായിച്ചതുപോലെ, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മരണത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അത് ഒരിക്കലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നിരന്തരമായിട്ട് നിങ്ങൾ ദിവസവും ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കണം, നിരന്തരമായിട്ട്. അതാണ് നമ്മള് യേശുവിന്റെ ജീവൻ എന്നിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞാൻ എപ്പോഴും എന്റെ മർത്ത ശരീരത്തിൽ വഹിക്കുന്നു. നമ്മൾ എപ്പോഴും പറയുന്ന വാക്യം ഇവിടെ 2 കൊരിന്ത്യർ 4-ാം 10-11 വാക്യങ്ങളിൽ അതാണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് ആ വാക്യം എടുക്കാം. നമ്മള് കഴിഞ്ഞ കോൺഫറൻസിനൊക്കെ ആ വാക്യങ്ങൾ നമ്മൾ പലതവണ കേട്ടല്ലോ. 2 കൊരിന്ത്യർ 4-ാം നമ്മളെ വായിക്കുന്നത് എന്താ? ഓൾവേസ് ക്യാരിങ് അബൌട്ട് ഇൻ ദ ബോഡി ദ ഡൈയിങ് ഓഫ് ജീസസ്. അതിന്റെ 10-ാമത്തെ വാക്യം, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്. അതായത് നമ്മൾ തന്നെ നമ്മുടെ സ്വയജീവൻ തന്നെ വെളിപ്പെടണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കണക്കന്നെ പറയുകയും ചോദിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്താൽ മതി. പക്ഷെ യേശുവിന്റെ ജീവൻ, യേശുവിന്റെ സ്വഭാവം, യേശുവിന്റെ ഒരു കരുണ, യേശുവിന്റെ നിസ്വാർത്ഥത, യേശുവിന്റെ താഴ്മ, യേശുവിന്റെ മനസ്സലിവ്, യേശുവിന്റെ കാർക്കശ്യം. ചില സ്ഥലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ ചിലപ്പോൾ പാപത്തിനെതിരെ പാരമ്പര്യത്തിനെതിരെയൊക്കെ കർക്കശമായിട്ട് ചില നിലപാടുകൾ നമ്മൾ എടുക്കേണ്ട സമയത്ത് അവിടെ യേശുവിന്റെ ഒരു കാർക്കശ്യമുണ്ട്. യേശുവിന്റെ ജീവന്റെ സത്യവും കൃപയും സത്യവും നിറഞ്ഞവനായ യേശുവിന്റെ ജീവനെ കുറിച്ചാണ് നമ്മൾ യോഹന്നാൻ 1:14 നമ്മൾ വായിക്കുന്നുണ്ട്. കൃപയുണ്ട്. കൃപ എന്ന് പറഞ്ഞാൽ തന്റെ ആട്രിബ്യൂട്ട്സ്, തന്റെ കരുണയും മനസ്സിലുമൊക്കെ. സത്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പാരമ്പര്യത്തിനെതിരെയും പാപത്തിനെതിരെയൊക്കെ കർത്താവ് കാർക്കശ്യത്തോടെ ചാട്ടവാറെടുത്ത് ദേവാലയത്തെ ശുദ്ധമാക്കിയ കാർക്കശ്യമുണ്ട്. അങ്ങനെ ആ യേശുവിന്റെ ജീവൻ നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ നമ്മളുടെ ഓരോ സമയത്തും
എന്ത് ജീവനാ വെളിപ്പെടുന്നേ? നമ്മളുടെ പ്രലോഭനങ്ങളുടെ സമയത്താകട്ടെ, നമ്മുടെ വീട്ടില് നമ്മുടെ ഭാര്യയോട് സംസാരിക്കുന്നു, ഭർത്താവിനോട് സംസാരിക്കുന്നു, കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നു, നമ്മള് ബാക്കി അയൽവക്കക്കാരോട് സംസാരിക്കുന്നു, നമ്മള് ജോലി സ്ഥലത്ത്, നമ്മള് പാടത്ത്, പറമ്പത്ത്, നമ്മള് കടയില്, യാത്രയിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുകയും ഇടപെടുകയും ചിന്തിക്കുകയും പലരോടും സംസാരിക്കുകയും ഇടപെടുകയും എല്ലാം ചെയ്യുന്നു. നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കുന്ന വിധം, നമ്മളിപ്പം പഠിക്കാനുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പഠിത്തത്തിന്റെ കാര്യത്തില്, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് നമ്മളുടേതായ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അങ്ങനെ അങ്ങ് പോകാം. അവിടെ യേശുവിന്റെ ജീവനല്ലേ നമ്മുടെ ജീവൻ തന്നെ, നമ്മുടെ സ്വയജീവൻ തന്നെ വെളിപ്പെടുന്നത്. എന്നാൽ കർത്താവിന്റെ സ്വയജീവനാകുന്ന ആ രക്തം കർത്താവ് അവസാനത്തുള്ളിയും ചൊരിയാനായിട്ട് ആ ചങ്കിലെ പിളർപ്പിലൂടെ കർത്താവ് അവസാനത്തുള്ളി രക്തവും ചൊരിഞ്ഞു എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ വായിക്കുന്ന 2 കൊരിന്ത്യർ 4:10 വാക്യത്തിൽ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ എന്താ? യേശു ഈ സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് മരിച്ചു, പിതാവേ അവിടുത്തെ ഇഷ്ടം എന്ന് പറഞ്ഞ് അതാണ് യഥാർത്ഥത്തിലുള്ള വലിയൊരു സ്വാതന്ത്ര്യം. അങ്ങനെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് അതായത് നമ്മള് തന്നെ ഒരു വട്ടപൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് ദൈവഭാഗ്യം അങ്ങ് താഴ്ത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്ന് നിറയും. അതാ യേശുവിന് മരണം വഹിക്കുമ്പോഴാണ് ആ ജഡമാകുന്ന തിരശ്ശീലയില് ദൈവവചനമാകുന്ന വാള് ഒരു ചീന്തൽ ഉണ്ടാക്കുന്നത്. ആ ദൈവവചനം ആകുന്ന വാളിൽ ഒരു ജ്വാലയുണ്ട്. ജ്വാലയുള്ള വാളോടുകൂടി കെരൂബുകളെ ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാനായിട്ട് നിർത്തി എന്നൊക്കെ നമ്മള് ഉൽപ്പത്തി 3:24 വായിക്കുന്നുണ്ട്. അപ്പൊ വാളിന് ഒരു ജ്വാലയുണ്ട്. അത് വാള് ദൈവവചനത്തെയും അതിന്റെ ജ്വാല പരിശുദ്ധാത്മാവിനെയും കുറിക്കുന്നതാണ്. അപ്പോ നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ജഡത്തില് ഓരോ ദിവസവും നിരന്തരമായിട്ട്, അതാ ഇവിടെ നമ്മൾ വായിക്കുന്ന എപ്പോഴെങ്കിലുമൊക്കെ ദിവസവും ക്രൂശെടുക്കണം എന്ന് അവിടെ ലൂക്കോസ് 9:23 കർത്താവ് പറയുന്നുണ്ടെങ്കിൽ, ഇവിടെ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക തന്നെ അനുഭവത്തിൽ നിന്ന് എപ്പോഴും ആ യേശുവിന്റെ മരണം ശരീരത്തിൽ വഹിക്കുകയാണ്. 11 വാക്യത്തിൽ ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടുവാനും ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അപ്പൊ അതിന്റെ പ്രയോജനം എന്താ? 12 വാക്യം, അങ്ങനെ ഞങ്ങളിൽ മരണം നടക്കുമ്പോൾ നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. യേശുവിന്റെ ഒരു മരണം നടന്നപ്പോൾ നമുക്കത് ജീവനായി തീർന്നു. അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ മരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്ന് നിറഞ്ഞ് ജീവജല നദിയായിട്ട് ഒഴുകുമ്പോൾ അത് നമ്മളുടെ ഭാര്യയ്ക്ക്, ഭർത്താവിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ അപ്പനമ്മമാർക്കെല്ലാം നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവർക്ക് എന്ത് ലഭിക്കും? കൃപ ലഭിക്കും. കേൾക്കുന്നവർക്ക് കോപം ഉണ്ടാക്കുന്ന വാക്കുകൾ പറയണമെന്നല്ലേ, മറിച്ച് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്ക് അല്ലാതെ വേറെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുതെന്നാണ് എഫേസ്യർ 4:29 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ പറയാൻ തക്കവണ്ണം കർത്താവേ, എന്റെ ആ പ്രാണനെ കർത്താവ് ആ ചങ്കിലെ ചോര എനിക്കായിട്ട് ഊറ്റി തന്നതുപോലെ കർത്താവേ, എന്റെ ആ സ്വയജീവന്റെ രക്തം അത് മുഴുക്കപ്പെടട്ടെ. കർത്താവേ, അവിടുന്ന് ആ പാറയാകുന്ന സ്വന്തം ഹിതത്തെ അങ്ങ് പിളർന്ന് കർത്താവേ, പിതാവിന് മുമ്പാകെ ഒരു അപ്പം പിളർക്കപ്പെടുന്നതിന്റെ ആ ലാഘവത്തിൽ അതുപോലെ സമ്പൂർണമായിട്ടും കർത്താവേ പിളർക്കപ്പെടുവാനായിട്ട്, നുറുക്കപ്പെടുവാനായിട്ട് യേശു തന്റെ ശരീരത്തെ, തന്റെ സ്വന്തം ഇഷ്ടത്തെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ അങ്ങനെ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു നുറുക്കം സംഭവിക്കുമ്പോഴാണ് പല അവസരങ്ങളിൽ നമുക്ക് നമ്മുടേതായ ചില അഭിപ്രായങ്ങൾ പറയാം, നമ്മുടെ സ്വയത്തിലുള്ള പല കാര്യങ്ങൾ ചെയ്യാനോ, ഇങ്ങനെ ആ ഒരു സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ മാർത്തയെ പോലെ കൂടെ ചേർത്ത് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ചെയ്ത് പരാതിയും പെറുപെറുക്കും. പക്ഷെ മറിയത്തെ പോലെ അവിടെ കർത്താവിന്റെ കാലത്തില് മറിയ അവിടെ അങ്ങ് മറഞ്ഞിരിക്കുമായിരുന്നു. അവിടെ യേശുവിന്റെ വാക്കുകളാണ് വെളിപ്പെട്ടത്. മാർത്തേ നീ എന്തിനാ വിചാരപ്പെടുന്നേ? ലൂക്കോസ് 10:38-42 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നീ എന്തിനെ കുറിച്ചൊക്കെ വിചാരപ്പെടുന്നു? നീ ഇവിടെ എന്റെ കാര്യത്തിൽ അങ്ങ് മറഞ്ഞിരുന്നു. മറിയ തെരഞ്ഞെടുത്ത നല്ല അംശം ആ യേശുവിന് മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതം, അതിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മളങ്ങ് മരിക്കുവാൻ തക്കവണ്ണം ആ അതിവിശുദ്ധ സ്ഥലത്ത് ആണ് മറഞ്ഞിരിക്കുന്നത്. ബിയോണ്ട് ദ വെയിൽ, ആ തിരശ്ശീലയ്ക്ക് അപ്പുറമാണ് അതിവിശുദ്ധ സ്ഥലം. അവിടെ മറഞ്ഞിരിക്കുന്ന ആ ഒരു കർത്താവുമായിട്ടുള്ള ഒരു രഹസ്യബന്ധം, അത് ആ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് ഉത്തരവരുള്ളൂ എന്ന് പറയുന്നത്. നമ്മള് മത്തായി 6:6 നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അകത്ത മുറിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആത്മാവില ദൈവമായിട്ടുള്ളൊരു കോൺവെർസേഷൻ, ദൈവമായിട്ടുള്ളൊരു സംഭാഷണം. നമുക്ക് അതുപോലെ യേശുവായിട്ടുള്ള ആ ഒരു സ്നേഹ സംഭാഷണം ഉണ്ടോ? കർത്താവിനോട് കാര്യങ്ങളൊക്കെ പറയാനും കർത്താവിനെ കേൾക്കാനും. നമ്മളിപ്പം ജോലിയിലായിരിക്കും, യാത്രയിലായിരിക്കും,
നമ്മുടെ അടുക്കളയിലായിരിക്കും, പല ഉത്തരവാദിത്തങ്ങളിലായിരിക്കും. എങ്കിലും യേശുവിനോടുള്ള ഒരു സംഭാഷണം, കർത്താവിനോടുള്ളൊരു സ്നേഹ സംഭാഷണം നമ്മൾ നടക്കുന്നുണ്ട്. അത് നടക്കണമെങ്കിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. കർത്താവേ, ഞാനൊരു പൂജ്യമായിട്ട് അങ്ങേയറ്റത്തിന് താഴ്ത്തുന്നു. അവിടുത്തെ ആ വചനം, അവിടുത്തെ ഹിതം ആകുന്ന, അവിടുത്തെ ആ വചനമാകുന്ന വാള് എന്റെ സ്വയത്തില് ഒരു ശീതൽ ഉണ്ടാക്കട്ടെ. അപ്പൊ ആ പരിശുദ്ധാത്മാവിന്റെ ആ വാളിലെ ജ്വാലയാകുന്ന പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിൽ ഒന്ന് നിറഞ്ഞ് ഒഴുകിക്കൊണ്ടേയിരിക്കും. നിറഞ്ഞു കവിഞ്ഞ് ആത്മാവിൽ നിന്ന് ആ ചീന്തപ്പെട്ട ശിരസിലേക്കൂടെ, ദേഹിയിലൂടെ, ദേഹത്തിലൂടെ, അതായത് നമ്മുടെ വാക്കുകളിലൂടെ, കണ്ണുകൾ, നമ്മുടെ നോട്ടത്തിലൂടെ, വാക്കുകളിലൂടെ, പ്രവർത്തികളിലൂടെ ആ പരിശുദ്ധാത്മാവിന്റെ ജീവൻ വെളിപ്പെടുക. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. നമുക്ക് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്ന ആത്മീയ ജീവൻ ഏതൊരളവിൽ നിന്ന് കൊടുക്കാൻ ഒക്കുന്നു? ഒരു ശുഷ്കിച്ച അളവില് ആ 20 ലക്ഷത്തോളം പേർക്ക് കുടിക്കാനായിട്ട് പാറയില് എന്തെങ്കിലും ഒരു കിറ്റിറ്റായിട്ട് വെള്ളം വരുമായിരുന്നെങ്കിൽ എപ്പോൾ കുടിച്ചു തീർക്കുമായിരുന്നു. ആ ഒരു നദി പോലെ ആ പാറ പിളർന്നൊഴുകി എന്ന് പറയുന്നതുപോലെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ജീവിതത്തിന് നദികൾ ഒഴുകാൻ തക്കവണ്ണം നമ്മള്, ശരിയാണ്, നമ്മള് കുറേയൊക്കെ മുട്ടപ്പെടാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് കുറച്ചൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കുന്നു. പക്ഷെ അതിൽ തന്നെ നമുക്ക് തൃപ്തിയുണ്ടോ? അതോ പ്രധാന ജീവിതത്തിന് നദികൾ ഒഴുകും? ഒരു നദിയല്ല, നദികൾ, അനേക നദികൾ ഒഴുകും എന്നാണ് അവിടെ യോഹന്നാൻ 7:38 പറയുന്നത്. എന്റെ ജീവിതം കൊണ്ട് കർത്താവെ, അവിടുന്ന് എന്തെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം കർത്താവെ നിറവേറണം. കർത്താവെ, എന്റെ ജീവിതം സമ്പൂർണ്ണമായിട്ട് ഒന്ന് തകർക്കപ്പെടട്ടെ, നുറുക്കപ്പെടട്ടെ, ആ പാറ അങ്ങ് പിളർക്കപ്പെടട്ടെ. എനിക്ക് അങ്ങനെ ആ കർത്താവെ, എന്റെ നമ്മുടെ ജീവിതത്തിലെ ആ പാറ പിളർക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ പാറ പിളർപ്പില് ആത്മമണവാളിനോടുള്ള ഒരു സ്നേഹ സംഭാഷണത്തിലായിരിക്കും. നമ്മളത് കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മൾ കേട്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഉത്തമഗീതം 2-ാം അധ്യായത്തിൽ ആ പാറപ്പിളർപ്പിലുള്ള മണവാട്ടിയുടെയും മണവാളന്റെയും സ്നേഹ സംസർഗം നമ്മളവിടെ കാണുന്നത്. ഉത്തമഗീതം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, അവിടെ മണവാളൻ മണവാട്ടിയോട്, അതായത് കർത്താവ് നമ്മളോട് പറയുക, പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവയും, എന്താ, നിന്റെ മുഖം, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. കർത്താവിന് നമ്മളുടെ ഒരു ആത്മീയ സൗന്ദര്യം, നമ്മളെ ആ ഒരു മണവാട്ടിയാകുന്ന നമ്മളുടെ ആത്മീയ സൗന്ദര്യം കാണുവാനായിട്ട് വെമ്പുന്ന ഒരു മണവാളനാകുന്ന കർത്താവ്, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും. നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയൊക്കെ, നമ്മുടെ ഒരു പിള്ളേരൊക്കെ അക്കിരിപ്പുക്കിരി മാതിരി വർത്താനം ശരിക്കും പറയാൻ അറിയാവുന്ന, വർത്താനം പറയാൻ പഠിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ അവര് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴും അപ്പനമ്മമാർക്ക് അവരുടെ ആ സ്വരം ഒന്ന് കേൾക്കട്ടെ. ഇപ്പം ഗൾഫിലോ അമേരിക്കയിലോ അച്ഛനൊന്നും ഇരിക്കട്ടെ, അപ്പം വീടുകൾ വിളിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. എത്ര അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അവർ തമ്മിൽ കാണാനും കേൾക്കാനും അവര് വീഡിയോ കോൾ വിളിച്ച് കാണുന്ന പോലെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നമ്മളുടെ അതുപോലെ കർത്താവ് നമ്മളുടെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ ഇതുപോലെ അങ്ങനെ കർത്താവുമായിട്ടുള്ള അതുപോലെ സ്നേഹ സംസർഗം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധവും അതുപോലെ ധന്യമായിരിക്കും. നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഓൺ എർത്ത് ആരാണ്? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്, എന്താ ബെസ്റ്റ് ഫ്രണ്ട് കർത്താവാണ്. എന്നാ ഭൂമിയിലുള്ള നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഭാര്യമാരോട് ചോദിച്ചാൽ നമ്മുടെ ഭർത്താവാണ്. ഇവിടെ ഉത്തമഗീതത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില്, അവന്റെ വായ ഏറ്റവും മധുരമുള്ളത്, അവൻ സർവാംഗ സുന്ദരൻ തന്നെ, യെരൂശലേം പുത്രന്മാരെ, ഇവനത്ര എന്റെ പ്രിയൻ, ഇവനത്ര എന്റെ സ്നേഹിതൻ. അവിടെ മണവാട്ടിയുടെ സ്നേഹിതനാണ് ആര്? മണവാളൻ. ഇപ്പം നമ്മളുടെ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ മാരേജിൽ, ശരിയാണ്, വിശ്വാസത്തിലേക്ക് വരുവാനുള്ള ഭാര്യ ഭർത്താവുള്ള ആൾക്കാരൊക്കെ ഇവിടെ കാണും. പക്ഷെ എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തീയമായിട്ടുള്ള ഒരു ഭാര്യാഭർത്തൃ ബന്ധം. കഴിഞ്ഞ ദിവസം ഞാൻ 50th ആനിവേഴ്സറിയുടെ നമ്മുടെ CFCയുടെ 50ാമത്തെ ആനിവേഴ്സറിയുടെ അവസാനത്തെ കുറച്ച് ഭാഗം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ട്രെയിനിൽ കയറി വരാമെന്നുണ്ട്. അപ്പൊ ആ സമയത്തെ ആബു ബ്രദർ, നമ്മുടെ നബി മുമ്പിലെ ഇബ്രാഹിം ഐസക് ബ്രദറിന്റെ പല മൈക്കിൾ ബ്രദറിന്റെ ഇബ്രാഹിം ഐസക് ബ്രദർ അതിനകത്ത് പറയുക, CFCയിൽ വന്നതിന് ശേഷമാണ് ഭാര്യ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായി തീർന്നതെന്നുള്ള രീതിയിൽ ഞാൻ ബ്രദർ പറയുന്നത്. അതിനു മുമ്പ് കൂട്ടായ്മ, ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ ചർച്ചിലെ സഹോദരങ്ങളുമായിട്ടുള്ള കൂട്ടായ്മ, ആ ഒരു കാര്യം അറിയത്തുള്ളൂ. പക്ഷെ എനിക്ക് ഭാര്യയായിട്ടും കൂട്ടായ്മ പറ്റുമോ? അത് ഞാൻ CFC വന്നതിന് ശേഷം ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്. വേറെ അങ്ങനെ പറഞ്ഞ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവായി തീർന്നിട്ടുണ്ടോ?
ഒരുപക്ഷെ നമ്മള് കർത്താവുമായിട്ടുള്ള ആ ഒരു പാറപ്പിളർപ്പിൽ മറഞ്ഞിരിക്കുന്ന ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വരാത്തത് കൊണ്ടായിരിക്കും നമ്മളുടെ ആ ഒരു ജഡം അതുപോലെ കട്ടിയായിരിക്കുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ആത്മാവിലെ ഒന്നാകുവാനും തടസ്സമായിട്ടുള്ളത്. ആത്മാവില് ഇരുവർ ഒന്നാകാനുള്ള തടസ്സം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ജഡമാണ്. അപ്പൊ നമ്മള് യേശുവായിട്ട് ആത്മാവിൽ ഒന്നാകുമ്പോൾ യേശുവായിട്ട് ഒന്നായിരിക്കുന്ന ബാക്കിയുള്ള സഹോദരങ്ങളും നമുക്ക് ആത്മാവിൽ ഒരു കൂട്ടായ്മ കാണും. അതാണ് സഭ. അപ്പോൾ അത് കുടുംബത്തിലാണ് അത് സഭ ആരംഭിക്കേണ്ടത്. ഭാര്യാഭർത്തൃ ബന്ധത്തില് ആത്മാവിലൊരു ഒരുമിച്ച് ശരിയാണ്. ചിലപ്പം ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലാകും. പക്ഷെ എങ്കിലും അവിടെ പരസ്പരം കീഴടങ്ങി ഒരു ഫെലോഷിപ്പിന് ഒരു ബ്രേക്ക് ഇല്ലാതെ, ഒരു കൂട്ടായ്മയ്ക്ക് ഒരു ബ്രേക്ക് ഇല്ലാതെ എനിക്ക് ദിവസമായിച്ച് ദൈവം പറയാനൊക്കെ ശ്രീകല ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൺ എർത്ത്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് പറയാൻ സാധിക്കട്ടെ, അല്ലെങ്കിൽ സാധിക്കും എന്നാണ് എന്റെ പ്രതീക്ഷയും പ്രാർത്ഥനയും. ഞാൻ പറഞ്ഞു വെച്ചാൽ തിരിച്ച് നമുക്ക് പാറപ്പിളപ്പിലേക്ക് വരാം. ഉത്തമഗീത 2:14 ആ ഒരു പാറയുടെ പിളർപ്പില് കടുന്തൂക്കിന്റെ മറവില്ല ആ സിയോൻ മലമുകളിലേക്ക് നമ്മളൊരു യാത്രയില്ല. സിയോൻ മലയുടെ മുകളിൽ എത്തണം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒടുക്കത്തില്. അവിടെ സിയോൻ മലയുടെ മുകളിലാണ് കുഞ്ഞാടിന്റെ കൂടെ 144,000 പേര് വെളിപ്പെടുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നത്. ഇവിടെ വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തില് ഈ മൗണ്ടനിയറിങ് നമ്മള് ക്രിസ്തുവിലുള്ള പരമവിളിയുടെ ലാക്കിനായിട്ട് അല്ലെങ്കിൽ ഉന്നത വിളിയുടെ ലാക്കിനായിട്ട് ഓടുന്നതൊക്കെ ഫിലിപ്പിയർ 3:14 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. അപ്വേർഡ് കോളിംഗ് ക്രൈസിസ്, യേശു കർത്താവ് മുകളിൽ വിളിക്കുക, ഫയർ, മുകളിലേക്ക് കയറി വരിക. വെളിപാട് 4:1 ഞാൻ ഈ വചനമൊക്കെ ഇടപെട്ടെന്ന് പറഞ്ഞു പോലെ മിക്കവർക്കും പരിചയമുള്ള വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ എഴുതിയെടുക്കണം. ഇവിടെ കയറി വരിക എന്നുള്ള യോഹന്നാനെ വിളിക്കുക എന്നുവെച്ചാൽ അങ്ങനെ മുകളിലേക്കുള്ള ഒരു യാത്രയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്ര. ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്ര ഒരു ഓട്ടക്കളത്തോട് ഉപമിച്ചിട്ടുണ്ട്. എന്നാൽ വേറൊരു ഉപമ എന്ന് പറഞ്ഞാൽ ഒരു മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നത് പോലെ. സൈബർ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് മുമ്പേ മൗണ്ടൻ ഒക്കെ ക്ലൈംബ് ചെയ്തിട്ട് ഈ സ്നോ ക്ലൈഡ് മൗണ്ടൻസ്, എവറസ്റ്റ് പോലുള്ള മഞ്ഞ് പൊതച്ച മലകൾ കയറുമ്പോൾ മുമ്പേ പോയിട്ടുള്ളവരുടെ കാൽപ്പാടുകൾ ഈ മഞ്ഞിൽ ഇങ്ങനെ ആഴ്ന്ന് കാണും എന്ന് പറയുന്നത് പോലെ കർത്താവ് മുമ്പേ പോയി ആ മലമുകളിൽ നിന്ന് നമ്മളെ വിളിക്കുക, ഇവിടെ കയറി വരിക, ഉയരത്തിലേക്ക് ഉന്നതത്തിലേക്ക് കയറി വരിക എന്ന് വിളിക്കുമ്പോൾ അങ്ങനെ ഒരു കടുന്തൂക്ക് സ്റ്റീപ്പ് പാത്വേ ആയത്. അപ്പൊ അതാണ് നമ്മളിവിടെ ഉത്തമഗീത 2:14 നമ്മൾ വായിക്കുന്നത്. പാറയുടെ പിളർപ്പില് കടുന്തൂക്കിന്റെ മറവിൽ ആ സ്റ്റീപ്പ് പാത്വേയിൽ ഒരു പാറപ്പിളർപ്പില് മറഞ്ഞിരുന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സ്നേഹമുള്ള ഒരു ഹസ്ബൻഡും വൈഫും അവര് സ്നേഹത്തോടെ ചെലവഴിക്കുന്ന ആ ഒരു സമയം വേറെ ആരും അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നതുപോലെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഭക്തി അങ്ങനെ ഇത്ര സമയം പ്രാർത്ഥിച്ചു, ഇത്ര സമയം ഉപവസിച്ചു, അല്ലെങ്കിൽ ഇത്ര ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ നമ്മൾ മേനി പറയുന്നതാണ്. നമുക്ക് അത് നമ്മൾ തന്നെ വെളിപ്പെടുക. എന്നാൽ പക്ഷെ കർത്താവ് രഹസ്യത്തിൽ കാണുന്ന എന്റെ പിതാവ് എനിക്ക് തരും എന്ന് പറയുന്നത് കർത്താവുള്ള രഹസ്യത്തിൽ ഉള്ള ഒരു പ്രാർത്ഥന. അതാ നമ്മളിവിടെ വായിക്കുന്നത്. അതാ കർത്താവ് അവിടെ 14-ാമത്തെ വാക്യത്തില് നമ്മളിവിടെ വായിക്കുന്ന കടുന്തൂക്കിന്റെ മറവിലിരിക്കുന്നതിന്റെ പ്രാവി ആ പാറയുടെ പിളർപ്പിലാണ് മോശയ്ക്ക് ദൈവത്തിന്റെ തേജസ് കാണാൻ സാധിച്ചതെന്നുള്ള കാര്യം കൂടെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എന്നാലും ഞാൻ പെട്ടെന്ന് ഇതിന്റെ ഒരു കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സഹോദരങ്ങൾക്കുമായിട്ടുള്ള ഒന്നുകൂടെ ഞാൻ ആ പോർഷൻ പെട്ടെന്ന് എടുക്കുക. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തില് അവിടെ എവിടെ ദൈവത്തിന്റെ മഹത്വം കണ്ടത്? പാറപ്പിളർപ്പില എന്ന് പറഞ്ഞാല് ഈ കടൽച്ചെരുന്നൊക്കെ ചിലപ്പോൾ ഈ പാറയുടെ ഒക്കെ പിളർപ്പില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കപ്പലിന്റെ തൊലിയും വേറെ ചപ്പും ചവറും ഒക്കെ ഇടുന്നത്. അപ്പൊ ആ പാറയുടെ പിളർപ്പിനകത്തോട്ട് നമ്മള് ചെന്ന് മറയുവാണെങ്കിൽ ഒന്നാമത് നമ്മുടെ പുറമൊക്കെ ഈ രക്തം ഒലിക്കുമായിരിക്കും അല്ലേ, അതിനകത്തൂടെ ഇറങ്ങുമ്പോഴത്തേക്കും. അവിടെ ഒരു കുറച്ച് ഇടുക്കോ ഞെരുക്കോ ഒക്കെ ഉണ്ട്, അൺകംഫർട്ടബിളാ. പിന്നെ ഇതിനകത്ത് കുറെ അഴുക്കോ കാര്യങ്ങളോ ഒക്കെ കാണും എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യ ജീവിതത്തിൽ അതുപോലെ ചില ഇടുക്കോ ഞെരുക്കോ നമ്മുടെ സ്വയത്തിലൊരു ചില മരണവും ഇതൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ചിലരുടെ പെരുമാറ്റങ്ങള്, ചില സംഭവങ്ങൾ അങ്ങനെ നടക്കുന്നു. പക്ഷെ അപ്പൊ അവിടെ കർത്താവെ അവിടെ നിന്ന് അനുവദിച്ചു. ശരി, ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം ചിലര് നമ്മളോട് കയർത്ത് സംസാരിക്കുന്നു, നമ്മളെ കളിയാക്കുന്നു, നമ്മളെ ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് ചില പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ അവിടെ ഒരു പാറപ്പിളർപ്പ് കണ്ടെത്തി. നമ്മൾ ആ റോക്ക് ഓഫ് ഏജസ് പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ആ പാട്ട് എഴുതിയ അദ്ദേഹത്തിന്റെ ആ കാര്യം ഞാൻ ആദ്യം പാട്ട് പാടിയപ്പോൾ സൂചിപ്പിച്ചതുപോലെ അഗസ്റ്റസ് സ്റ്റെപ്ലാഡി എന്ന് പറയുന്ന അദ്ദേഹം 1762 അതായത് 263 വർഷം, 2.5 നൂറ്റാണ്ട് മുമ്പേ അദ്ദേഹം എഴുതിയ ഈ പാട്ട്. അഗസ്റ്റസ് സ്റ്റെപ്ലാഡി എന്ന് പറഞ്ഞ അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് അദ്ദേഹം ഈ ഒരു
പാറപ്പിളർപ്പില് ഒരു പാറയുടെ പിളർപ്പില് ആ കൊടുങ്കാറ്റിൽ നിന്ന് മറഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ പാട്ട് ദൈവം കൊടുത്തതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇന്നും അവിടെ അങ്ങനെ ഒരു യുനോ അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അവിടെ ഒരു പാറ അവിടെ ഉണ്ടെന്നുള്ള കാര്യമാണ് നമ്മള് ഇവിടെ യുനോ അത് ഇന്റർനെറ്റില് നമ്മള് റോക്ക് ഓഫ് ഏജസ് ക്ലബ് ഫോർ മീ സ്റ്റോറി എന്നൊക്കെ ഇട്ട ഇത് വായിക്കാൻ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനൊക്കെ. അപ്പൊ ഇന്നും അങ്ങനെ ഒരു റോക്ക് ഈസ് നൗ മാർക്ക് വിത്ത് എ പ്ലാക്ക് ദാറ്റ് റീഡ്സ് റോക്ക് ഓഫ് ഏജസ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു പാറ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം അവിടെ ഇംഗ്ലണ്ടിലുള്ള കാര്യം അവിടെ നമ്മളോട് വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ചിലപ്പോ വല്ലാത്ത കൊടുങ്കാറ്റുള്ള സമയത്ത് ഒരു അഭയ കേന്ദ്രമായിട്ട് ഒരു ഹൈഡിങ് പ്ലേസ് ആയിട്ട് കർത്താവിലങ്ങ് മറയുന്ന ഒരു കാര്യം. ശരിയാണ്, ലോകത്തിന്റെ തിരകൾ ഉയർന്ന് ഘോരമാകുമ്പോൾ ശാന്തമാകുന്നിടം വരെ നിന്ന് അന്തികയെ ഭദ്രമായിട്ട് ഞാനങ്ങ് മറയട്ടെ എന്നൊക്കെ നമ്മള് ചാൾസ് വെസ്ലിയുടെ പാട്ട് ജീസസ് ലവർ ഓഫ് മൈ സോളിന്റെ മലയാള യേശുവിൻ ആത്മസൊക്കെ വചനത്തിൽ തൊട്ട് മുമ്പായിട്ട് നമ്മൾ പാടിയത്. അപ്പൊ ആ കർത്താവിലങ്ങ് മറയുന്ന ബാക്കി ശരിയാണ്. ഇതുപോലുള്ള പല പല കാര്യങ്ങൾ നടക്കും. ഞാനിവിടെ പുറപ്പാട് 33 നമുക്കൊരു വിരലുണ്ട്. ഞാൻ മറന്നു പോകുന്നതിന് മുമ്പ് സങ്കീർത്തനം 20 കൂടെ ഒന്ന് വായിക്കാം. സങ്കീർത്തനം 20 ഒരു വാക്യമുണ്ട്. സങ്കീർത്തനം 20 സങ്കീർത്തനം 30-20 എനിക്ക് തോന്നുന്നു. നോക്കട്ടെ ഒരു സെക്കൻഡ്. അതെ 31-20. ഒരു മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? 31 ദിവസങ്ങളുണ്ട് മിക്ക മാസത്തിൽ. ഒരു ജനുവരിയിൽ 31-20 എന്ന് ഓർക്കാം. ഞാൻ ഓർക്കാൻ എളുപ്പത്തിന് എന്തെങ്കിലുമൊക്കെ എന്ന് പറയുന്നതാണ്. സങ്കീർത്തനം 31-20 അതിന് 19-20 ഞാൻ പുറപ്പെട്ട 33 വരാൻ പോവുകയാണെങ്കിൽ അതുകൂടെ വായിച്ച് ഞങ്ങൾ നിർത്താം. അത് സങ്കീർത്തനം 31-19 നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും, അതായത് ഈ കർത്താവ് മറിഞ്ഞിരിക്കുന്ന കാര്യം നീ പറയുന്നത്. വേറെ പല പല ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പം ഹസ്ബൻഡ് വല്ലാതെ വഴക്കുണ്ടാക്കുന്നു, ചിലർക്ക് ഭാര്യ ഒത്തിരി അങ്ങ് ബഹളം ഉണ്ടാകുന്നത്, ചിലപ്പോൾ അമ്മായിയപ്പന, അയൽവക്കത്തുകാർ, നാത്തൂനാളി, മക്കള്, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ചില പെട്ടെന്നൊരു കോളുകളൊക്കെ നമ്മുടെ വീട്ടിലോ അയൽവക്കത്തോ ഒക്കെ ജോലി സ്ഥലത്തോ ഒക്കെ സംഭവിക്കുമ്പോൾ കർത്താവിൽ ഒരു സമാധാനത്തോടെ ഇരിക്കാവുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. മനുഷ്യരെ കാണുക ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു നന്മയുടെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുക, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് ഫ്രം ദ കോൺസ്പിറസീസ് ഓഫ് മാൻ, അവരുടെ ഗൂഢാലോചനകളിൽ നിന്നൊക്കെ വിടുവിച്ച് പല ഇപ്പൊ നമ്മള് ക്യാമ്പസിലൊക്കെ ചെന്ന അവരുടെ ചില ഗ്യാങ്ങുകളുണ്ട്, ചില കൂട്ടുകെട്ടുകളുണ്ട്. അവര് വെള്ളം അടിക്കാൻ പോകുന്നു, സിഗരറ്റ് വലിക്കാൻ പോകുന്നു, പരദൂഷണം പറയാൻ പോകുന്നു, വേണ്ടാത്ത പല കാര്യങ്ങളിലോട്ടൊക്കെ അവര് പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. അത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പദപ്രയോഗം. യു ഹൈഡ് ദം ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് യുവർ പ്രസൻസ് എന്നുള്ള കാര്യം നമ്മളിവിടെ വായിക്കുന്നു. ആ ഒരു കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവില് ആ ഒരു കോഴി തന്റെ ചെറുകിന്റെ അടിയില് കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് പോലെ നമ്മള് അത്യുന്നതിന് മറവിൽ വസിക്കുന്നതിന്റെ ഭാഗ്യാവസ്ഥയെ കുറിച്ച് 91 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ കർത്താവിനെ മറയ്ക്കും. ശരിയാണ്, പല ആൾക്കാർ നമ്മളെ കുറിച്ച് അങ്ങനെ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ എതിരുകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിളിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ അവരെ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് സ്ട്രൈഫ് ഓഫ് ടങ്സ്, അത് പറയുന്നത് ഒന്ന് പറയുന്നത് 2 പറയുന്നത് ബഹളം പ്രശ്നങ്ങളായിരുന്നു. ആ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് അതെവിടെ അതിവിശുദ്ധ സ്ഥലത്ത് ഒളിപ്പിക്കും. എവിടെ മരിച്ചാൽ നമ്മുടെ ജീവൻ ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന നമ്മുടെ കൊളോസ്യർ 3:3 വായിച്ചതുപോലെ മരിക്കുമ്പോൾ നമ്മുടെ ആ സ്വന്തം ഇഷ്ടത്തിനും മരിച്ചു. കർത്താവേ, ഇവിടെ എന്റെ സ്വയമായിട്ടുള്ള രീതിയിൽ സ്വയത്തിൽ പ്രതികരിക്കാനും ബഹളം ഉണ്ടാക്കാനോ ആകുലപ്പെടാനോ ടെൻഷൻ അടിക്കാനോ ഒക്കെയാണ് എന്റെ സ്വന്തം ഇഷ്ടം. പക്ഷെ ഇവിടെ ഞാനങ്ങ് മരിച്ച് ഒരു വട്ടപ്പൂച്ചുമായിട്ട് എന്നെ ഞങ്ങൾ താഴ്ത്തി അവിടുത്തെ ആ അതിവിശുദ്ധ സ്ഥലത്ത് കൂടാരത്തിനുള്ളിൽ അങ്ങ് മറഞ്ഞ് അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവില് ആളുകൾ കിടന്ന് നാക്കിന് വെക്കാണോ അവര് കിടന്ന് ബഹളം വെക്കട്ടെ, സാരമില്ല. അവരുടെ കുറച്ചൊരു അവർക്ക് താല്പര്യം, അവർക്ക് അവരുടെ തീരുന്നിടം വരെ അവർ കിടന്ന് ബഹളം വെക്കട്ടെ. അല്ലെങ്കിൽ ആൾക്കാര് എന്തെങ്കിലുമൊക്കെ അവരുടെ കൂട്ടുകെട്ട് അവര് നമുക്കെതിരെ പ്ലോട്ട് ചെയ്യുന്നു, പ്ലാൻ ചെയ്യും. സാരമില്ല. അങ്ങനെ ആൾക്കാർ നമുക്കെതിരെ പ്ലോട്ട് ചെയ്യും, പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യും. ദൈവം മുകളിൽ നിന്ന് ചിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ സങ്കീർത്തനം 2-ാം സങ്കീർത്തനത്തിന്റെ
രണ്ടാം സങ്കീർത്തനത്തിൽ ബാക്കിയുള്ളവർ നമുക്കെതിരായിട്ട് പ്ലോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ നമ്മൾ വായിക്കുന്നത്? രണ്ടാം സങ്കീർത്തനത്തില് നേഷൻസ്, അതെ, രണ്ടാം സങ്കീർത്തനത്തിന്റെ ജാതികൾ കലഹിക്കുന്നത് വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നത് എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും ഭൂമിയിലെ രാജാക്കന്മാരും ഒക്കെ അധിപതികളും ഒക്കെ തമ്മിൽ ആലോചിക്കുകയൊക്കെ ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ എന്താ ചെയ്യുന്നേ? ചിരിക്കുന്നു. ലോർഡ് സ്കോർസ് ഇറ്റ്. ഹി ഹു സിറ്റ്സ് ഇൻ ദ ഹെവൻ ലാവ്സ്. ദ ലോർഡ് സ്കോർസ് ഇറ്റ്. കർത്താവ് അവരെ പരിഹസിക്കുന്നു. ദൈവത്തിന്റെ മക്കൾക്കെതിരായിട്ട് അവന്റെ അഭിഷേകത്തിനെതിരായിട്ട് വിരോധമായിട്ടൊക്കെ ദൈവത്തിന്റെ മക്കൾക്കെതിരായിട്ടൊക്കെ ഭൂമിയിൽ വലിയ അധികാരങ്ങളൊക്കെ എഴുന്നേറ്റ് പ്ലോട്ട് ചെയ്യുന്ന അവരെ നമുക്ക് ഇങ്ങനെ കൊടുക്കണം, അങ്ങനെ കൊടുക്കണം, അങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്യണം, അത് പറയണം. പക്ഷെ കർത്താവ് അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് കർത്താവ് ഓടിച്ചിരിക്കുകയാണ്. എന്റെ മോനെതിരായിട്ട്, എന്റെ മോക്കെതിരായിട്ടല്ലേ പ്ലാൻ ചെയ്യും. എത്ര പേര് പോകുന്ന കാണാമല്ലോ. കർത്താവിന്റെ മക്കൾക്കെതിരായിട്ട് വരുന്ന ആയുധമൊന്നും ധരിക്കുകയില്ല. അവരുടെ നീതീകരണ കർത്താവിൽ നിന്നുള്ളതാകുന്ന ഇതാണ് ദാസന്മാരുടെ ഇൻഹെറിറ്റൻസ് എന്നൊക്കെ നമ്മൾ യെശയ്യാ 54:17 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ഇതും കൂടെ വായിച്ച പുറപ്പാട് 33 നമുക്ക് തിരിച്ചു വന്ന് അവിടെ കർത്താവിന്റെ ഈ ഓരോ സാഹചര്യങ്ങളിലും നമ്മള് ഓരോ സാഹചര്യങ്ങളും കർത്താവിന്റെ മുഖത്ത് കാണണമെങ്കിൽ ഒരു പാറപ്പിളപ്പില് നമ്മൾ അങ്ങ് ഒളിക്കണം. ആ കൂടാരത്തിനകത്ത് കർത്താവെ ഞാൻ ഉന്നതനെ താഴ്ത്തുന്നു, അവിടുത്തെ രക്തത്താലിനെ കഴുകി സ്നേഹത്തലങ്ങ് നിറച്ചാട്ടെ. പരിശുദ്ധാത്മ നമ്മളുടെ ഒന്ന് നിറയുമ്പോൾ നമ്മുടെ അന്വേഷിച്ച സ്ഥലത്ത് നമ്മുടെ ആത്മഗുണവാനോട് തിരശ്ശീലയ്ക്ക് അപ്പുറം ഈ പാറപ്പിളത്തില് മറയുന്ന ഒരവസ്ഥയാണ്. അവിടാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ ഗ്ലോറി നമുക്ക് കാണാൻ പറ്റുന്നത്. അത് മോശയാണ് അന്ന് ദൈവത്തോട് മുഖാമുഖം സംസാരിച്ച ആളെന്നൊക്കെയാ നമ്മൾ 11-ാമത്തെ വാക്യം, പുറപ്പാട് 33:11 ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ആ മോശയെ പിന്നെ പറഞ്ഞേ, നിന്റെ മഹത്വം, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ, 18-ാമത്തെ വാക്യം. അപ്പൊ കർത്താവ് എന്താ പറയുന്നത്? അതിനവൻ ഞാൻ എന്റെ മഹിമയൊക്കെയും, ഇംഗ്ലീഷിന്റെ മൈ ഗുഡ്നസ് പാസ് ബിഫോർ യു, എന്റെ നന്മയൊക്കെയും, അതായത് അതിൽ സാക്ബർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ദൈവത്തിന്റെ മഹത്വം അല്ലെങ്കിൽ ദൈവത്തിന്റെ തേജസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ നന്മയാണെന്ന് നമ്മൾ ആ രണ്ട് വാക്യം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ അത് അങ്ങനെ ഗ്ലോറി എന്ന ഷോ യു ഗ്ലോറി എന്ന് പറയുമ്പോൾ എന്റെ ഗുഡ്നസ് പാസ് ബിഫോർ യു, എന്റെ മലയാളത്തിലെ മഹിമ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ഇംഗ്ലീഷിലെ നന്മ ഒക്കെ എന്റെ മുമ്പാകെ പോകും എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ നന്മയാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ തേജസ്സിന്റെ ഒരു അംശം, പരിശുദ്ധാത്മാവിന്റെ ജീവന്റെ ഒരു ഫലം നന്മയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഗുഡ്നസ്, ആ ഒരു നന്മയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുവാൻ ഇടയാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിയും കൃപ ചെയ്യുവാൻ, അത് ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്താണ് നമ്മൾ വായിക്കുന്നത്? അതിന് 22-ാമത്തെ വാക്യത്തിൽ എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. അവിടെയാണ്, ആ പാറപ്പിളർപ്പിലാണ് യഥാർത്ഥത്തിൽ അന്ന് ആ ദൈവത്തിന്റെ പിൻഭാഗം, ആ ഒരു ഗ്ലോറിയുടെ ഒരു ചെറിയൊരു അംശം മാത്രമേ മോശയ്ക്ക് കാണാൻ സാധിച്ചുള്ളെങ്കിൽ ഇന്ന് പുതിയ ഉടമ്പടിയിൽ ആ തിരശ്ശീല ചീന്തപ്പെട്ട് നമുക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം കർത്താവ് സാധ്യമാക്കി തന്നു. നമ്മുടെ ആത്മാവിൽ ഹൃദയശുദ്ധിയോട് ഭാഗ്യവാന്മാരുടെ ദൈവത്തെ കാണും. യേശുവിന്റെ മുഖം കാണുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. കർത്താവിന്റെ മുഖം നമ്മളെ ആനന്ദപൂർണരാക്കുന്നു എന്നൊക്കെ നമ്മള് സങ്കീർത്തനം 16:11 അപ്പോസ്തലപ്രവൃത്തി 2:25-28 നമ്മൾ വായിച്ചായിരുന്നു. കർത്താവിന്റെ മുഖം നമ്മളെ സന്തോഷപൂർണ്ണരാക്കുന്നു എന്ന് വെച്ചാല് പല പല സാഹചര്യങ്ങൾ, പല പല പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒക്കെ ആവട്ടെ, അല്ലെങ്കിൽ രോഗാവസ്ഥകളാവട്ടെ, എന്തെങ്കിലും നമ്മള് രോഗക്കിടക്കയിലോ അതുപോലെയൊക്കെയുള്ള ചില അവസ്ഥകളിലോ ഒക്കെ ആയിരിക്കുമ്പോഴൊക്കെ അവിടെ ഒരു പാറപ്പിളർപ്പ് കണ്ടെത്തി അവിടെ അങ്ങ് മറയുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ തന്നെ അങ്ങ് കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ നമ്മളൊരു പാറപ്പിളർപ്പില്, നമ്മളിപ്പോ ഇസ്രായേൽ മക്കള് അന്ന് നമുക്ക് ഇസ്രായേൽ മക്കളെക്കാൾ അത് കണ്ടായിരുന്നെങ്കിൽ അവര് വരിക ഈ മോശയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിക്കാണ്, പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കണം. അവൻ പാറപ്പിളർപ്പിലൊക്കെ പോയി ഇരിക്കുന്നു, അവന് എന്തോ പറ്റിയ തരത്തിൽ ഇതുവരെയൊക്കെ ദൈവത്തോട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിപ്പം പാറയുടെ പിളർപ്പിലൊക്കെ പോയിരിക്കുന്നു. ആൾക്കാർ നോക്കുമ്പോ ഇവന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും. പക്ഷെ അങ്ങനെയുള്ള നമുക്ക് ബാക്കിയുള്ളവർക്ക് നമ്മളുടെ ചില നിലപാടുകളും നമ്മള് ഞായറാഴ്ച ദിവസം നമ്മള് മീറ്റിങ്ങിനായിട്ട് ഇത് ദൂരം ട്രാവൽ ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ മീറ്റിംഗ് മിസ്സാവാതെ വേണം, നമ്മുടെ ഡ്യൂട്ടി അറേഞ്ച് ചെയ്യുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ അതുപോലൊക്കെ കാര്യങ്ങള് OP ടൈമിംഗ് ഒക്കെ ക്രമപ്പെടുത്തുന്നു, അല്ലെങ്കിൽ വേറെ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതുപോലെ പല സ്റ്റാൻഡുകളൊക്കെ എടുക്കുമ്പോൾ ആൾക്കാർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. എന്തോ ഇത്ര മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവന് 10 ലക്ഷം കിട്ടുമോ അവിടുന്ന്, വിദേശ പണം കിട്ടുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവനെ മീറ്റിങ്ങിന് പോകുന്നത്, അല്ലെങ്കിൽ ഇവര് മീറ്റിങ്ങിന് എഴുന്നള്ളി പോകുന്നതെന്നൊക്കെ ആൾക്കാർക്ക് തോന്നുമായിരിക്കും. പക്ഷെ
അവിടെ പാറപ്പിളർക്കില് അവിടെ ഒരു നിന്നയും അപഹാസവും ആൾക്കാർ ചപ്പും കുപ്പും ഇടുന്ന പാറപ്പിളർപ്പായിരിക്കും. അവിടെ നമ്മുടെ പുറമൊക്കെ വരഞ്ഞു പോകുന്ന പാറപ്പിളർപ്പായിരിക്കുന്ന അവിടെ മണവാട്ടിയായിട്ട് ആ മണവാളന്റെ മണവാളന്റെ തേജസ്സിനെ കാണുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. റൂത്തിനെയും ബോസിനെയും കാര്യം ഓൾറെഡി നമ്മൾ പാട്ടിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ. ആ ഒരു കർത്താവ് ആ രക്തം ചുരിഞ്ഞ് നമ്മളെ വീണ്ടെടുത്തു. 1 പത്രോസ് 3:18-19 ആ വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തെന്ന് വായിക്കുന്നുണ്ട്. ആ വീണ്ടെടുപ്പുകാരനായിട്ട് റൂത്ത് ഒരു ദരിദ്രയായ വിധവയായി തീർന്ന ഒരു യുവതിയായിരുന്നു. അവളെ വീണ്ടെടുക്കാനായിട്ട് ആരും ഇല്ലായിരുന്നു. റൂത്തിന്റെ പുസ്തകത്തിൽ ആ വാക്യം കൂടെ ഞാൻ പെട്ടെന്ന് കാണിച്ചേക്കാം. റൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തില് അവള് ബോവസിനെ വിളിക്കുന്ന ബോവസിനെ ചെന്ന് കാണുന്ന ഒരു രംഗം നവോമി പറഞ്ഞതനുസരിച്ച്, അമ്മായിമ്മയായിട്ടുള്ള നവോമി പറഞ്ഞതനുസരിച്ച് റൂത്തിന്റെ പുസ്തകം പറയുമ്പോൾ ന്യായാധിപന്മാരുടെ ജഡ്ജസിന്റെ പുസ്തകം കഴിഞ്ഞിട്ട് ശമൂവേലിന്റെ പുസ്തകത്തിന് മുമ്പായിട്ട് റൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തില്, ഞാൻ നിന്റെ ദാസിയായ റൂത്ത്, നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലയോ എന്ന് അവൾ പറഞ്ഞു. യു ആർ എ ക്ലോസ് റിലേറ്റീവ് എന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഗാൽ എന്ന് പറയുന്ന ഇബ്രാഹിം ഭാഷയിലെ ആ വാക്ക് വീണ്ടെടുപ്പുകാരെന്നും അടുത്ത ചാർച്ചക്കാരെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത ഗാൽ എന്നുള്ള വാക്ക് ഈ വീണ്ടെടുക്കുന്ന അടുത്ത ചാർച്ചക്കാരന് പറയുന്ന വാക്കാണ്. അപ്പൊ അതുകൊണ്ട് മലയാളം പരിഭാഷയിൽ നീ വീണ്ടെടുപ്പുകാരനല്ലോ, ഇംഗ്ലീഷിൽ യു ആർ എ ക്ലോസ് റിലേറ്റീവ്. അപ്പൊ ക്ലോസസ്റ്റ് റിലേറ്റീവ് ആയിരുന്ന 4-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം വീണ്ടെടുപ്പുകാരന് ഏറ്റവും അടുത്ത ചർച്ചക്കാരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അത് ന്യായപ്രമാണത്തിന് ഒരു പ്രതീകമാണ്. ന്യായപ്രമാണത്തിന് വീണ്ടെടുക്കാൻ സാധിച്ചില്ല. അവൻ പറഞ്ഞു എന്റെ അവകാശമൊക്കെ നഷ്ടമാക്കേണ്ടി വരും. 4-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം. അത് കഴിഞ്ഞിട്ട് ബോവസിനോട് പറയുക, ബോവസ് ക്രിസ്തുവിന്റെ ഒരു പ്രതിരൂപമാണ്, ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ്. അപ്പം ബോവസ് പിന്നെ അത് മൂപ്പന്മാരുടെ മുമ്പാകെ വന്ന് പറയുന്നത് എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്ന് 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റൂത്തിന്റെ പുസ്തകം 4 അധ്യായം നല്ലൊരു കഥയാണ്. നമ്മള് സിമ്പിളായിട്ട് കുറിച്ച് നിങ്ങളെ ചെറുപ്പക്കാരും വായിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് ഒരു കഥ വായിക്കുന്ന പോലെ പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന ഒരു കഥയാണ്. അപ്പം ആ ഒരു റൂത്ത്, ആ ദരിദ്ര ബാലിക, അത് ഒരു വിശ്വാസിയുടെ പ്രതീകമാണ്. നമ്മള് പാപകടത്തിന്റെ ദാരിദ്ര്യത്തിലായിരുന്നപ്പോൾ നമ്മൾക്ക് വീണ്ടെടുപ്പുകാരനായിട്ട് രക്തം ചൊരിഞ്ഞ ഒരു കർത്താവ്, ആ കർത്താവിന്റെ സ്നേഹം നമ്മൾ വെല്ലുവിളിക്കട്ടെ. കർത്താവ് തന്റെ പാറ ആകുന്ന സ്വന്തം ഹിതം പിളർക്കപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ആ പാറ പിളർന്ന് നമുക്ക് ജീവിതത്തിന്റെ നദികളെ ഒഴുക്കിയതുപോലെ രക്തവും ജലവും, രക്തം നമ്മളുടെ പാപക്കറ ശുദ്ധമാകുന്നു. ആ ജലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ദൈവത്തിന്റെ വചനം. എഫേസ്യർ 5:26 ദൈവവചനത്തെ ജലത്തോട് ഉപമിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ജലത്തെ പരിശുദ്ധാത്മാവിനോട് ഉപമിച്ചിട്ടുണ്ട്. അപ്പൊ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ദൈവവചനമാകുന്ന ആ ജലം കൊണ്ട് നമ്മളുടെ പാപത്തിന്റെ ശക്തിയിൽ നിന്നും നമ്മളെ വീണ്ടെടുക്കും. പാപത്തിന്റെ ശിക്ഷ, പാപക്കറ മാത്രമല്ല, പാപക്കറ കർത്താവിന്റെ രക്തം ശുദ്ധമാകുന്നു. പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, നമ്മളുടെ സ്വന്തം മോഹങ്ങളിൽ നിന്നും സ്വന്തം ഇച്ഛകളിൽ നിന്നും പാപത്തിന്റെ പല ബന്ധനങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വീണ്ടെടുക്കാനായിട്ട് കർത്താവ് തന്റെ ചങ്ക് പിളർന്ന് രക്തവും ജലവും ഒരുക്കി. ഇന്ന് നമുക്കും കർത്താവിന്റെ ആ പാറപ്പിളർപ്പിൽ മറയാനായിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ എല്ലാത്തിനും കർത്താവ് ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവ് എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം മാത്രം മതി, അവരുടെ ഇഷ്ടം പോലെ എന്നെ നടത്തണം, അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കണം, അങ്ങയുടെ സാന്നിധ്യത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതം എനിക്ക് വേണം. ആത്മമണവാളോടുള്ള ഒരു ആത്മസംസർഗം, ആ സ്നേഹ സംസർഗം, അത് എന്താണെന്നുള്ള കാര്യം അതിന്റെ ആഴത്തിലെ കർത്താവെ എന്നെ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആയിരിക്കും അങ്ങനെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെ യേശുവിനെ വെളിപ്പെടാനായിട്ട് തുടങ്ങും. അധികമായിട്ട് അങ്ങനെ ഒരു യഥാർത്ഥ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അധികമായിട്ട് വഴി നടത്തട്ടെ. എന്റെ യേശു നായകൻ, എനിക്ക് നല്ല സ്നേഹിതൻ, ഒരു പ്രേമഗീതമായിട്ട്, ഒരു സ്നേഹഗീതമായിട്ട് പാറപ്പിളർപ്പിൽ മറഞ്ഞിരുന്നുകൊണ്ട് കർത്താവിനെ നോക്കി നമുക്ക് പാട്ട് പാടണം. വീണ്ടും സുഖം വെടിഞ്ഞ ഈ മണ്ണിലെ എന്നെയും തന്റെ മകളാക്കുവാനായിട്ട് വന്ന ആ കർത്താവ് അവിടുന്ന് വന്ന് തന്റെ ജീവനെ തന്നു, അവസാനത്തിൽ രക്തവും തന്ന് എന്നെ വീണ്ടെടുത്തു. എല്ലാം എനിക്ക് എന്റെ നന്മയ്ക്കായിട്ട് സ്വർലോകനാഥൻ തരുന്നതാൽ എന്റെ ഉള്ളിൽ ഭീതിയൊന്നുമില്ല. നല്ല നാഥൻ അവനാണ്. ആ കർത്താവ് നമ്മെ തേടി വന്ന ആ രംഗം, ആര് സഹായമായില്ലാതെ പാരം വലഞ്ഞ വേളയില് അരുമയോട് എന്റെ അരികിൽ വന്ന എന്റെ കർത്താവ്, ആ കർത്താവിന്റെ തിരുമുഖത്തേക്ക്, സ്നേഹം നിറഞ്ഞ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ പാറപ്പിളർപ്പിൽ മറഞ്ഞിരുന്നുകൊണ്ട്, പാറപ്പിളർപ്പിൽ മറഞ്ഞിരിക്കാൻ വേണ്ടി ഒന്ന് മാത്രം ചെയ്താൽ മതി. നമ്മെ തന്നെ ഒരു 0 0 നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി, ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ അങ്ങ് താഴ്ത്തി കർത്താവിനെ ഏൽപ്പിച്ചാൽ മതി. അപ്പോ നമ്മള്
നമ്മുടെ ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെട്ട് സ്വഹിതമാകുന്ന പാറ പിളർക്കപ്പെട്ട് കർത്താവിന്റെ ആ പാറ പിളർപ്പിലേക്ക്, കർത്താവിന്റെ ആ വിലാപ്പുറത്തെ ആ പിളർപ്പിലേക്ക് നമ്മൾ മറയും. ആ മറവിലാണ്, ആ പാറപ്പിളർപ്പിലാണ്, കടന്തൂക്കിന്റെ മറവിലാണ് മണവാട്ടിയും മണവാളനും അവരുടെ സ്നേഹ സംസർഗം, അവരുടെ ആശയവിനിമയം, അവര് യഥാർത്ഥത്തിൽ ആത്മാവിൽ ഒന്നാകുന്ന ആ ഒരു വലിയ സ്നേഹബന്ധം കർത്താവുമായിട്ടുള്ള അതുപോലുള്ളൊരു ആഴത്തിലുള്ളൊരു സ്നേഹത്തിലേക്ക്, ആദ്യ സ്നേഹത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമുക്ക് പാറപ്പിളർപ്പിൽ മറഞ്ഞ് കർത്താവിനെ നോക്കി സ്തുതിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പാടാം. ആരും സഹായമായില്ലാതെ ഞാൻ പാരം വരങ്ങിടും വേളയിൽ, ആരും സഹായമായില്ലാതെ ഞാൻ പാരം വരങ്ങിടും വേളയിൽ, അരുമയോടെ അരികിൽ വന്ന ആത്മനാഥൻ യേശുവാൻ, അരുമയോടെ അരികിൽ വന്ന ആത്മനാഥൻ യേശുവാൻ, എന്റെ യേശുനായകൻ എനിക്കു നല്ല സ്നേഹിതൻ, എല്ലാം എനിക്കെന്റെ നന്മയ്ക്കായി സ്വർലോകനാഥൻ തരുന്നതാ, എല്ലാം എനിക്കെന്റെ നന്മയ്ക്കായി സ്വർലോകനാഥൻ തരുന്നതാ, ഉള്ളിലെന്റെ നല്ലതാദ്യം അവനല്ലോ, ഉള്ളിലെന്റെ നല്ലതാദ്യം അവനല്ലോ, എന്റെ യേശുനായകൻ എനിക്കു നല്ല സ്നേഹിതൻ, വിണ്ണിൻ സുഖം വെടിഞ്ഞി മഞ്ഞിൽ എന്നെയും തൻ മകനാക്കുവാൻ, വിണ്ണിൻ സുഖം വെടിഞ്ഞി മഞ്ഞിൽ എന്നെയും തൻ മകനാക്കുവാൻ, വന്നു ജീവൻ തന്നനാഥൻ എന്നും എന്നും അനന്യനാൻ, വന്നു ജീവൻ തന്നനാഥൻ എന്നും എന്നും അനന്യനാൻ, എന്റെ യേശുനായകൻ എനിക്കു നല്ല സ്നേഹിതൻ, എന്റെ യേശുനായകൻ എനിക്കു നല്ല സ്നേഹിതൻ. അതേ സ്ഥാനം അവിടുന്ന് എനിക്ക് നല്ല സ്നേഹിതനാണല്ലോ ഞങ്ങൾ ഓരോരുത്തർക്കും. അത് ഞാൻ മണവാട്ടി പറയുന്നത് പോലെ ദിസ് ഇസ് മൈ ബിലവഡ്, ദിസ് ഇസ് മൈ ഫ്രണ്ട്, ഇതാണ് എൻ്റെ പ്രിയൻ, ഇതാണ് എൻ്റെ സ്നേഹിതൻ. എൻ്റെ കർത്താവിനെ നോക്കി അങ്ങനെ പറയുവാൻ, ഇതാണ് എൻ്റെ പ്രിയൻ, ഇതാണ് എൻ്റെ സ്നേഹിതൻ, മൈ ബെസ്റ്റ് ഫ്രണ്ട്, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ദ ഹോൾ യൂണിവേഴ്സ് ഇസ് മൈ ലോർഡ് ജീസസ്. എൻ്റെ ആത്മസഖാവ്, യേശുവിൻ്റെ ആത്മസഖി, അവരുടെ മാർവിൽ ഞാൻ ചേരട്ടെ ഞങ്ങൾ പാടിയതുപോലെ. അതേ സ്ഥാനം അവിടുന്നാണ്
എന്ത് നല്ല സഖി യേശു, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. അങ്ങേ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ട്, സ്നേഹിതനായിട്ട്, ആത്മമണവാളനായിട്ട് കാണുവാൻ അതെ ഞങ്ങളുടെ ഹൃദയം കവർന്ന അസുഖത്തിന്റെ രാജകുമാരനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. വീടിന്റെ സുഖമെല്ലാം വെടിഞ്ഞ് കർത്താവേ, ആ സ്വർഗീയ കൊട്ടാരമെല്ലാം വെടിഞ്ഞ് കർത്താവേ, ഈ ദരിദ്രയായ കൂത്തുന്ന ഈ ദരിദ്രയായ ബാലികയെ വീണ്ടെടുപ്പാനായിട്ട് ആ സ്വന്തം രക്തം സമ്പൂർണ്ണമായിട്ട് അതിൻ്റെ അവസാനത്തോടെയും വിലയായിട്ട് ഊറ്റി നൽകി എന്നെ വീണ്ടെടുത്ത എൻ്റെ ആത്മമണവാളൻ, എൻ്റെ കർത്താവ്, ചങ്കിലെ ചോര നിന്ന് എന്നെ വീണ്ടെടുത്തുകാരാ ഞങ്ങളെ സ്തുതിക്കുന്നു. നന്ദി പറയുന്ന കർത്താവേ, അവിടുന്ന് ആ ക്രൂസിലെ അവസാനത്തെ രക്തവും ചൊരിഞ്ഞതുപോലെ കർത്താവേ, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടവും അവസാന തുള്ളിയോളം ചൊരിയുവാൻ കർത്താവേ, പ്രാണത്യാഗത്തോളം പാപത്തെ എതിർത്ത് നിൽക്കുവാൻ, രക്തം ചൊരിയുന്നത് വരെ പാപത്തെ എതിർത്ത് നിൽക്കുവാൻ അതെ കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. To resist him to the point of shedding blood. യേശുവേ, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ അവിടുത്തെ മറവിൽ മറയ്ക്കണം. അതെ കർത്താവേ, ഞങ്ങളെ സങ്കീർത്തനത്തില് 32 സങ്കീർത്തനത്തിലെ കർത്താവേ, ഞങ്ങൾ അതിന്റെ 7ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് വലിയ ഹൈഡിങ് പ്ലേസ്, അവിടുന്നാണ് ഞങ്ങളുടെ മറവിടം. കർത്താവേ, അവിടുത്തെ വചനത്തിൽ പറയുന്നത് പോലെ അവിടുന്ന് യു ആർ മൈ ഹൈഡിങ് പ്ലേസ്. And Lord, you surround us with songs of deliverance എന്ന് അവിടുത്തെ വചനത്തിൽ പറയുന്നത് പോലെ കർത്താവേ, അതെ കർത്താവേ, ഞങ്ങളെ അവിടുത്തെ to preserve us from trouble. നീ എനിക്ക് മറുപടിയാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും എന്നങ്ങ് പറയുന്നത് പോലെ യു ആർ മൈ ഹൈഡിങ് പ്ലേസ്. Psalm 32:7 കർത്താവേ, ഞങ്ങൾ വായിക്കുന്നത് പോലെ you preserve me from trouble. ഈ സർവ്വ സോങ്സ് ഓഫ് ഡെലിവറൻസ്, അവിടുത്തെ മറവിടമായിട്ട് അത്യുന്നതിന്റെ മറവിൽ വസിക്കുവാൻ അവിടുത്തെ തൂവലുകളെ ഞങ്ങളെ മറയ്ക്കുമെന്ന് കർത്താവേ, 91 സങ്കീർത്തനത്തിന്റെ 1-4 വാക്യങ്ങളിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് നീ എന്റെ സങ്കേതവും കോട്ടയും, നീ ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും ആകുന്നു. വേട്ടക്കാരന്റെ കെണിയുണ്ട്, നാശകരമായ മഹാമാരിയൊക്കെ ഉണ്ട്, എന്നാൽ അവിടെ ഒരു തുറന്ന പാറയുണ്ട്, അവിടെ മറവിടമായിട്ട് അവിടെ ഒരു വലിയ തള്ളപ്പക്ഷിയുടെ ചിറകിന്റെ കീഴുണ്ട്, തുമ്പൽ കൊണ്ട് മറയ്ക്കപ്പെടുവാനായിട്ട്. കോഴി തന്റെ കുഞ്ഞിനെ സൂര്യൻ കീഴ് മറയ്ക്കുന്നത് പോലെ ഞാൻ എത്രയധികം നിങ്ങളെ മറയ്ക്കുവാനായിട്ട്, നിങ്ങളെ ചേർക്കുവാനായിട്ട് ആഗ്രഹിച്ചുവെന്ന് കർത്താവ് തിരുച്ചിറകിൽ നോക്കി ലഭിച്ചതുപോലെ ഞങ്ങളെയും കർത്താവേ പലപ്പോഴും അവിടുത്തെ ചിറകിൻ കീഴിൽ മറയ്ക്കാനായിട്ട് അവിടുന്ന് ചേർക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ സ്നേഹത്തിന് പിൻവിളി കേൾക്കാതെ ഞങ്ങളുടെ സ്വയത്തിൽ പലപ്പോഴും കുതിരിമാറി ഓടിപ്പോയിട്ടുണ്ട്. കർത്താവേ, ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ ചെറുകിൻ കീഴിൽ തന്നെ മറഞ്ഞിരിപ്പാൻ ആ വേട്ടക്കാരൻ്റെ കെണി, സാധാരണ അവൻ്റെ സൈന്യവും പല കെണികൾ ഒരുക്കി, പല മനുഷ്യരിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയൊക്കെ പല കെണികളൊക്കെ ഒരുക്കുമ്പോൾ കർത്താവ്, രാജാക്കന്മാരുടെ അധിപതികളൊക്കെ വലിയ വലിയ പ്ലോട്ടുകളൊക്കെ ചെയ്യുമ്പോൾ അവിടുന്ന് ഉറിച്ചിരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ മക്കളെ ചെറിയ കീഴിൽ മറയ്ക്കുമല്ലോ. അറിയാം, അവിടെയാണ് ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് ഈസ് ടു ബി ഇൻ ദി ബോസം ഓഫ് ദി ലോർഡ്. മാർവിടത്തിൽ മറഞ്ഞിരിക്കുന്ന ആ ഏറ്റവും സുരക്ഷിത സ്ഥാനത്തെ കണ്ടെത്താൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ പ്രായോഗിക ജീവിത സാഹചര്യങ്ങളിൽ ആകുലപ്പെടാനും ദേഷ്യപ്പെടാനും പരാതി പറയാനും തുറവെടുക്കാനും അങ്ങനെ പലവിധമായിട്ടുള്ള ഞങ്ങളുടെ ദൈവത്തിന്റെ കാര്യങ്ങൾ വെളിപ്പെടാവുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ മറഞ്ഞിരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളിനി വെളിപ്പെടരുതേ കർത്താവേ, ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തുവെ ജീവിക്കുന്നതെന്ന് കർത്താവേ ഞങ്ങൾക്ക് സാക്ഷിക്കുണ്ടാക്കണം. അവിടെ ഞങ്ങളിൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നതിനായിട്ട് അവിടുത്തെ ഭരണത്തെ വഹിക്കുക ഞങ്ങളെ സഹായിക്കണം. വാക്കുകളുടെ വക്കാണത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുന്ന കർത്താവ്, ഒരു കൂടാരത്തില് കർത്താവേ ആ ദിവസത്തെ സ്ഥലത്ത് ഞങ്ങളെ മറയ്ക്കുന്ന കർത്താവ്, ദിവസത്തിനപ്പുറം ഞങ്ങളെ മറയ്ക്കുന്ന ആ മഹാപുരോഹിതനായിട്ടുള്ള പ്രകാരമുള്ള മഹാപുരോഹിതൻ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടി കയറി പോയതുപോലെ കർത്താവേ, ആ തിരശ്ശീലയ്ക്കകത്തേക്ക് ഞങ്ങളെ വിളിക്കുന്ന കർത്താവിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കർത്താവേ പ്രായോഗിക ജീവിതത്തിൽ അത് ഞങ്ങൾക്ക് ഒരു വെളിപ്പാടായിട്ട് അനുഭവമായിട്ട് അനുസരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ചില പദപ്രയോഗങ്ങളായിട്ട് കർത്താവേ അത് മാറിപ്പോകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണേ കർത്താവേ.
അല്ലെങ്കിൽ ഞങ്ങളുടെ അനുഭവമായിട്ട് നിത്യാനുഭവമായിട്ട് ആ പാറപ്പിളർപ്പിൽ തന്നെ വളർന്നിരുന്നുകൊണ്ട് തന്നെ ജീവിപ്പാൻ പ്രസമാത്രം വെളിപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. അത് ഞങ്ങളെ സഹായിക്കണം. ആ ദാനിയേലിനെ അവിടുന്ന് സിംഹക്കുഴിയിൽ ഒളിപ്പിച്ചു വെച്ചതുപോലെ ഒരു കല്ലൊക്കെ ഉരുട്ടി അവിടെ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ആ സിംഹക്കുഴിയായിരുന്നു. ഇതുകൊണ്ടെന്ന കർത്താവിന്റെ ഹിതം അതായിരുന്നു. അതെ, ലോകപ്രകാരം അത് ഏറ്റവും ഡേഞ്ചറസ് പ്ലേസ് ആണ്. സിംഹങ്ങൾ എപ്പോഴാണ് കഴിച്ചു കൊല്ലാൻ വരുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ ഞങ്ങളെ കർത്താവിന് വേണ്ടി ഒരു നിലപാടെടുക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്ത് കർത്താവിന് മറയുമ്പോൾ സിംഹങ്ങള് അലറി കയറുന്ന സിംഹങ്ങളൊക്കെ ഞങ്ങളൊരു പില്ലമായിട്ട് മാറുന്നത് പോലെ ആ സിംഹത്തിന്റെ പില്ലമായിട്ട് ഉപയോഗിച്ചായിരിക്കും ദാനിയേൽ എന്ന് ഉറങ്ങിയെന്ന് സാഗ്ദർനെയൊക്കെ കേൾക്കുന്നതുപോലെ അതുപോലെ സ്വസ്ഥതയോടെ പല വിപരീതമായ സാഹചര്യങ്ങളോ പല പ്രതിസന്ധികളുടെ ഇടയിലെ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സിംഹക്കുഴിയിൽ മറച്ച് കർത്താവെ ഞങ്ങളെ കാത്തുരക്ഷിക്കുന്ന ഞങ്ങളുടെ ജീവനുള്ള ദൈവമായതോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. അന്ന് കർത്താവില്ല പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സ്തുതിക്കുന്ന എല്ലാം യേശു കർത്താവിന്റെ വലിയ മാതിരിയുള്ള നാമത്തിൽ ആമേൻ.